നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ വൈകിട്ട് ഞാനൊരു മകളെയോട് പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾ നിർദ്ദേശിച്ചതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുമെങ്കിൽ അത് ഇങ്ങനെയായിട്ട് ആ കുഞ്ഞിന്റെ തലയോട്ടിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് അത് ചുരുങ്ങിപ്പോകും. കുഞ്ഞിന്റെ തല കഴിഞ്ഞ രാത്രിയിൽ ആ ചരട് കൊണ്ടളന്നപ്പോൾ 1/2 ഇഞ്ച് ചുരുങ്ങിയതായി കണ്ടു. അതിനാൽ ആ മകളെ ഇപ്പോൾ ഇവിടെ അതിനെ കൊണ്ടുവന്നിരിക്കുന്നു. ഞാനത് ചെയ്തതിന്റെ കാരണം ഒരു ഉദ്ദേശത്തിനായിട്ടായിരുന്നു സഹോദരി. കാണുന്നോ, പ്രത്യക്ഷമായ എന്തെങ്കിലും സംഭവിക്കും നിങ്ങൾ കാണാനിടയായാൽ അത് നിങ്ങളിൽ വിശ്വാസമുണ്ടാക്കി അതിനെ തുടർന്നും വിശ്വസിക്കുന്നതിന് ഇടയാക്കുന്നു. ചിലപ്പോൾ ഞാനത് ചെയ്യുന്നു. ഒരുപക്ഷെ ഇങ്ങനെ ആ മനുഷ്യനോട് എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ കൈയെ ചലിപ്പിക്കാനോ 1 or 2 ചൂടുവയ്ക്കാനോ നിങ്ങളുടെ വിരലുകളെ ചൊടിപ്പിക്കാനോ അങ്ങനെ അവരെ കൊണ്ട് വ്യത്യസ്തമാവിധം ചെയ്യിപ്പിച്ച് അതെല്ലാം ശരിയാക്കുന്നു അല്ലെങ്കിൽ ശരിയായിരിക്കുന്നു എന്നവരെ കാണാനിടയാക്കുന്നു. അവർ അത്രമാത്രം മാനസികമായി തകർന്നിട്ട് അത് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നു. എന്നാൽ അതെല്ലായ്പ്പോഴും സംഭവിക്കുന്നു. കാണുന്നോ, അത് സംഭവിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ടിങ്ങനെ പറയുമോ, കർത്താവെ അത് അനുവദിക്കുമോ? നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവെ, എന്റെ വിലയേറിയ സ്നേഹിതനായ പൗൾ റാഡർ എഴുതിയ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന സഭയുടെ ഈ ഉത്കൃഷ്ടമായ സ്തുതിഗീതം കേൾക്കുമ്പോൾ ഒരു മകനെ തന്റെ പിതാക്കന്മാർ അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുവന്നതിനെ കുറിച്ച് ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും അവർക്ക് യേശു അധികാരം കൊടുത്തിട്ട് 10 ദിവസം പോലുമാകില്ല. ഇവിടെ ഇതാ അവർ ആ ചുഴലി രോഗത്തിന് തീർത്തും പരാജയമടഞ്ഞവരായി കാണപ്പെടുന്നു. അപ്പോൾ അവർ നമ്മുടെ കർത്താവ് വരുന്നത് കണ്ടിട്ട് പിതാവ് ഓടിച്ചെന്ന് പറഞ്ഞു, കർത്താവെ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടായാലും എന്റെ മകൻ ഒരു പിശാചിനാൽ കഠിനമായി വിഷമിക്കുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാടുക്കൽ കൊണ്ടുവന്നു, അവർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. യേശു പറഞ്ഞു, നീ വിശ്വസിക്കുമെങ്കിൽ എനിക്ക് കഴിയും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഓ ദൈവമേ, അന്ന് മുതൽക്കേ നിനക്കൊരൽപ്പം പോലും മാറ്റം വന്നിട്ടില്ല. നീ അതുപോലെ തന്നെ സ്നേഹമുള്ളവനും മാധുര്യമുള്ളവനും കരുണാർദ്രനുമായ ദൈവമാകുന്നു. നീ അന്ന് ആയിരുന്നതുപോലെ തന്നെ ഇന്നുമാകുന്നു. കർത്താവെ, ആ പിതാവിനെ പോലെ ഞങ്ങൾ എല്ലാവരും നിലവിളിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ അവിശ്വാസത്തെ സഹായിക്കണമേ. അതത്രയും ലളിതമായിട്ടും അതിന്മേൽ ഞങ്ങളുടെ കാലിടറിപ്പോകുന്നു. പിതാവേ, കഴിഞ്ഞ രാത്രിയിൽ ആ ചെറിയ കുഞ്ഞിന്റെ തലയോട്ടി അതങ്ങനെയായിട്ട് അതിലുള്ള എല്ലാം പുറത്തേക്ക് കുന്തി വന്നിരുന്നു. അത് മുഴച്ചു വന്നിരുന്നത് കഴിഞ്ഞ രാത്രിയിൽ 1/2 ഇഞ്ച് താണിരിക്കുന്നു. അതിനെ തൊട്ടതിനായി ഞങ്ങൾ നിനക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഞങ്ങൾ നന്ദിയുള്ളവരാണ് പിതാവേ. അതിനെക്കുറിച്ച് ഗവേഷണം നടത്താനായി ഞങ്ങളുടെ ഡോക്ടർമാരുടെ പക്കൽ യാതൊന്നുമില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുകയും അതിനുവേണ്ടി അവർക്ക് ഒന്നും തന്നെ ചെയ്യാനുമില്ല. എന്നാൽ അങ്ങിപ്പോഴും ദൈവമായിട്ട് എല്ലാ സാഹചര്യങ്ങളുടെയും ഗുരുവായിരിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു പിതാവേ. ഈ അമ്മയുടെ ആത്മാർത്ഥതയ്ക്കും മാധുര്യതയ്ക്കും നാളെ തിരികെ കൊണ്ടുവന്നു ഇവിടെ ഈ പേപ്പറിൽ ഒട്ടിച്ചിട്ട് ദൈവത്തിന്റെ മഹത്വത്തിനായി പ്രസിദ്ധമായി സാക്ഷീകരിച്ച് കാണിക്കാൻ പറഞ്ഞപ്പോൾ അതിനെ അനുസരിച്ചതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. നിന്റെ മഹത്വത്തിനായി ഒരു സാധാരണ കുട്ടിയെപ്പോലെ അവളുടെ കുഞ്ഞ് ജീവിക്കാനിടയാകട്ടെ. പിതാവേ, ഉയർന്നിരിക്കുന്ന കരങ്ങളെ നോക്കണമേ. അവരിൽ ഓരോരുത്തർക്കും ഒരാവശ്യമുണ്ട്. പിതാവേ, എന്റെയും ഉയർന്നിരിക്കുകയാണ്. എനിക്കും ഒരാവശ്യമുണ്ട്. അനേകം ഇവിടെ ഈ പെട്ടിക്കുള്ളിൽ കത്തിൻ രൂപത്തിലായിട്ട് അത് ആവശ്യക്കാരായ ജനങ്ങളാണ്. വളരെ അത്യാവശ്യക്കാരായ ജനങ്ങളാണ്. അത് സംഭവിക്കേണ്ടവരട്ടെ കർത്താവേ. ഈ രാത്രിയിൽ തന്നെ ഓരോരുത്തരെയും യാചനകൾ സ്വീകരിക്കേണ്ടവരട്ടെ. ഇത് അവസാനിച്ചിരിക്കുന്നു എന്ന് നീ എന്തിനായെങ്കിലും പറയുമ്പോൾ അവർ ഈ അമ്മയുടെ സാക്ഷ്യത്തെ ഒരു ഉദാഹരണമായി എടുക്കാനിടയാകട്ടെ. അത് ഞങ്ങളെല്ലാവരും ചെയ്യേണ്ടതെന്നാൽ അത് സ്വീകരിച്ചുകൊണ്ട് അതിന്മേൽ പ്രവർത്തിക്കണം എന്നാണല്ലോ. അതൊരു നിവൃത്തിയായ പ്രവൃത്തിയാണല്ലോ. കർത്താവെ, അനുവദിക്കണമേ. ഈ ഓരോ കത്തുകളും ഓരോ തൂവാലകളും അത് ജനങ്ങൾ ഒന്നിനുമേൽ ഒന്നായിട്ടിരിക്കുന്നു. അവർ സൗഖ്യമാകാനിടയാകട്ടെ. പിതാവെ, കൈകളെ ഉയർത്തിയ ഓരോരുത്തരും അവരുടെ ഹൃദയാഭിലാഷങ്ങളെ സ്വീകരിക്കിടയാകട്ടെ. ഞങ്ങളിത് യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, ആമേൻ. നിങ്ങൾ ഇരുന്നാലും ആ മകളെ ഇവിടെ കൊണ്ടുവന്ന ആ നാടയെ നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ്, അവിടെയാണ് നിങ്ങൾ. കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നമ്മളുടെ വാഗ്ദത്തം ചെയ്തതുപോലെ ആ കുഞ്ഞിന്റെ തല ചുരുങ്ങിയിരിക്കുന്നു. അവൻ അത്ഭുതവനായിരിക്കുന്നില്ലേ? ആയതിനാൽ നമുക്ക് വിശ്വസിക്കാനും വിശ്വാസപൂർവ്വം പ്രതീക്ഷിക്കാനും അത് വളരെയേറെ ധൈര്യം നൽകുന്നു. ഇപ്പോൾ മാർക്കോസിന്റെ 11:23 ഇനി നിങ്ങളിൽ നിന്നും എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് യേശു ആ മരത്തോട് പറഞ്ഞപ്പോൾ അവൻ ഒരുപക്ഷെ വളരെ ഉച്ചത്തിൽ അലറി വിളിച്ചു എന്നിരിക്കില്ല. എന്നാൽ കപടമില്ലാതെ അവനത് വളരെ എളുപ്പമായ കാര്യമായിരുന്നിട്ട് ശിഷ്യന്മാർ അവരിൽ ഒരാൾ അത് കേട്ടെന്നിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മറ്റൊന്ന്, ചുഴലി ബാധിച്ചവൻ അതിനെ കർത്താവായ യേശുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ
ആ ബാലന് അതുവരെ ഉണ്ടായിട്ടുള്ള വെച്ച് ഏറ്റവും കഠിനമായ അപസ്മാരം വന്നിട്ട് ഒരുപക്ഷെ അവൻ മരിച്ചതുപോലെയായി നിലത്ത് വിണന്നിരിക്കാം. എന്നാൽ അവന് അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന വിശ്വാസത്തിനും വളരെ മേലായ വിശ്വാസമുള്ള ഒരുവനെ കണ്ടിരിക്കുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. ആരെങ്കിലും ദിവ്യരോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്റെ പക്കലുള്ളതിനെ ശ്രദ്ധിക്കുക. ആത്മാക്കളെ പുറത്താക്കാനുള്ള അധികാരം യേശു അവർക്ക് നൽകിയിട്ടും അവർ പരാജയമടഞ്ഞിരുന്നു. ആ അധികാരം പരാജയമടഞ്ഞിരുന്നില്ല, എന്നാൽ അവരാണ് പരാജയമടഞ്ഞിരുന്നത്. യേശുവിനോട് അവർ ചോദിച്ചു, ഞങ്ങൾക്ക് അവനെ പുറത്താക്കാൻ കഴിയാത്തതെന്താണ്? അവൻ പറഞ്ഞു, അത് നിങ്ങളുടെ അവിശ്വാസം മൂലമത്രേ. സഭയ്ക്ക് ഇപ്പോഴും ഒരു അധികാരമുണ്ട്. ദൈവം സഭയിൽ നിന്നും തന്റെ ആ അധികാരത്തെ ഒരിക്കൽ പോലും തിരികെ എടുത്തിട്ടില്ല. എന്നാൽ സഭയ്ക്ക് അതിന്മേൽ പ്രവർത്തിക്കാൻ ആവശ്യമായ അത്രയും വിശ്വാസമില്ല. അതാണ് എല്ലാമായത്. അത് അത്രയും ലളിതമായ കാര്യമാണ്. നാം ചില നേരങ്ങളിൽ അതിനെ ഇത്രയേറെ സങ്കീർണമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ സുവിശേഷത്തെ എത്രമാത്രം ലളിതമാക്കുമോ അത്രയും അധികം വാസ്തവികത നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ അതിനെ വളരെ ലളിതമായി എടുത്തുകൊണ്ട് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് അതിനെ അവസാനിപ്പിക്കുന്നു. അതത്ര തന്നെ. അതിനെ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി നിങ്ങളിൽ നിന്നും എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ ഇലകൾ അപ്പോഴും എത്രമാത്രം മനോഹരവും തിളങ്ങുന്നതുമായാണോ കാണപ്പെട്ടിരുന്നത്, അങ്ങനെ തന്നെ കാണപ്പെട്ടു. ശാഖ മാറ്റമില്ലാത്ത വിധം കാണപ്പെട്ടു. എന്നാൽ മണ്ണിന്റെ കീഴിലായിരുന്ന ആ വേരുകളുടെ ജീവൻ ക്രമേണ ക്ഷയിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെയാണ് ക്യാൻസറിന്മേലും. നിങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് വിധമുള്ള രോഗമായാലും അതങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ വളരെ ആഴത്തിലുള്ള വേരുകളിൽ ക്യാൻസർ ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് വന്നേക്കാം. നിങ്ങളുടെ കൈ സ്തംഭനാവസ്ഥയിൽ തന്നെ തുടർന്നു എന്ന് വന്നേക്കാം. അതിന് ദിവ്യ രോഗസൗഖ്യവുമായി യാതൊന്നും ചെയ്യാനില്ല. അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ കാണുന്നോ, ആഴത്തിൽ എവിടെയെങ്കിലുമായി അത് പറഞ്ഞ ഉടൻ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കും. യേശു പറഞ്ഞു, നീ നിന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ നീ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് മനോഹരമായിരിക്കുന്നില്ലേ? അത് ആരിൽ നിന്നും കടന്നു വന്നത്? ദൈവപുത്രൻ നിന്ന്. ആരുടെ വാക്കുകൾ? ആകാശവും ഭൂമിയും നീങ്ങിപ്പോകും. എന്നാൽ ഇപ്പോഴോ? എന്നാൽ അവന്റെ വാക്കുകളോ നീങ്ങിപ്പോകയില്ല. ഇപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാനാകുന്ന ഏക മാർഗം നിങ്ങൾക്ക് ശരിയായ ഉദ്ദേശവും ശരിയായ കർമ്മനിഷ്ഠയും ഉണ്ടായിരിക്കണം. ഞാൻ ഇവിടെ കടന്നു വന്ന് പറയുകയാണ്, എനിക്ക് ഈ മലയെ നീക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മലയെ നീങ്ങിപ്പോക, അതൊരിക്കലും അനങ്ങില്ല, തീർച്ചയായും സംഭവിക്കില്ല. എനിക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. അതിങ്ങനെയായിട്ട് ആദ്യം നിങ്ങൾ ദൈവേഷ്ടം അറിയേണ്ടതുണ്ട്. ആ കാരണത്താലാണ് സാധാരണയായി പ്രാർത്ഥനാ നിലയിൽ ഞാൻ വളരെ കാഠിന്യത്തോടെ പെരുമാറുന്നത്. അതിന്റെ കാരണം അത് നിലയിലൂടെയും മറ്റും കടന്നു പോകുന്ന ചിലതായിട്ട് അവിടെയാണ് നിങ്ങൾ തിരികെ പോകുക. എന്നാൽ നോക്കൂ, നിങ്ങൾ ഏറ്റുപറയാത്തതായ പാപം നിങ്ങളുണ്ട് എങ്കിൽ സാത്താന്റെ ആത്മാവിന് വിട്ടുപോകാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കേസിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ആ കേസിനെ വളരെ അടുത്ത് ശ്രദ്ധിച്ച് അതിന് തടസ്സമായിരിക്കുന്ന എന്തെങ്കിലും അവിടെ ജീവിതത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് നോക്കൂ. എന്നാൽ ഓർക്കുക, ഈ ദാനങ്ങളുടെ മേൽ അവയാൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഒരിക്കൽ ദൈവം ഒരു പ്രവാചകനെ കൊടുത്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മോശെ എന്ന മനുഷ്യനിൽ നിന്നും ഒരു പ്രവാചകനെ ഒഴിവാക്കി അവനോട് അവിടെ താഴേക്ക് ചെന്ന് പാറയോട് പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ വളരെ ഉത്തേജനത്തിലായിട്ട് കടന്നു പോകുകയും ആ പാറയെ അടിക്കുകയും ചെയ്തു. ക്രിസ്തുവിന്റെ ബലഹീനതയെപ്പറ്റി സംസാരിക്കുമ്പോൾ, അതായത് അവൻ 2ാം പ്രാവശ്യം മരിക്കേണ്ടതായിരുന്നു, അഥവാ അവനെ അടിക്കേണ്ടത് 2ാം പ്രാവശ്യമായിരുന്നു. അത് കൊണ്ടുവരുവാനുള്ള അധികാരം അവനുണ്ടായിരുന്നു. എന്നാൽ അത് ദൈവേഷ്ടമായിരുന്നില്ല. ഏലിശ അവിടെ ചുറ്റിത്തിരിഞ്ഞു പോയിരുന്നത് ദൈവേഷ്ടമായിരുന്നു എന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാനായിട്ടില്ല. കാരണം അവന് കഷണ്ടി ഉണ്ടായിരുന്നതിനെ ആ കുട്ടികൾ പരിഹസിച്ചിരുന്നു. അവനാണ് അത് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ അവനൊരു പ്രവാചകനായിരിക്കുകയും കോപമുണ്ടായിട്ട് അവൻ ആ കുട്ടികളെ ശപിക്കുമ്പോൾ 2 പെൺകരടികൾ വന്ന് 42 നിർദോഷികളായ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. കാണുന്നോ, അവനാണ് അത് ചെയ്തതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ നമ്മൾ ഞാനിന്ന് വിശ്വസിക്കുന്നതെന്നാൽ ദൈവം തന്റെ സഭയ്ക്ക് അവൻ അധികാരം നൽകുന്ന മുമ്പ് എന്താണ് അവന്റെ സഭ അത് എന്തു ചെയ്യുമെന്ന് അവൻ പരിശോധിച്ചു നോക്കുന്നു. നാം അടുത്ത പ്രാവശ്യം ഒരുപക്ഷെ ഞാൻ തിരികെ വരുമ്പോൾ കർത്താവ് അനുവദിക്കുകയാണ് എങ്കിൽ അങ്ങനെയുള്ള എന്തിന്റെയെങ്കിലും മേൽ സംഭവിക്കാൻ പോകുന്ന എന്തിന്റെയെങ്കിലും മേൽ ദീർഘമായി സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നാം അതിനെക്കുറിച്ച് അധികമായി മനസ്സിലാക്കും. എന്നാൽ നിങ്ങൾ ആ വാക്ക് സംസാരിക്കുമെങ്കിൽ പറയൂ, കർത്താവെ, ഞാനത് വിശ്വസിക്കുന്നു, സംശയിക്കരുത്, അത് നിങ്ങളുടെ ഹൃദയത്താൽ എടുത്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഞാനൊരു താഴ്വരയിലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 10,00,000 ജനങ്ങൾ പ്രസംഗിക്കുകയായിരുന്നു. എന്നാൽ മലയുടെ മറുഭാഗത്ത്
ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു. ഏകദേശം 100 പേരുണ്ടാകും. അവർ ക്രിസ്തുവിനെ അറിയാതെ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ഇവിടെ പ്രസംഗിക്കാനായി എനിക്ക് 1 ദശലക്ഷം വരെ കിട്ടിയിരിക്കുന്നു. എന്നിരിക്കലും എന്തോ ഒന്ന് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറയുകയാണ്, മറുവശത്തുള്ള ആ ജനങ്ങളടുക്കിലേക്ക് പോകുക, അവരെ നേടുക. അവർ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സ്വയമായി അവിടേക്ക് പോകാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ അപ്പോഴും അവിടെ എന്തോ ഒന്ന് എന്നിൽ ഇരുന്നു കൊണ്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കർമ്മവിഭക്തി എന്താണ് നോക്കൂ. പോകുന്നതിന്റെ ഉദ്ദേശം എന്താണ്? സ്വന്തമായ ഉദ്ദേശത്തിന് വേണ്ടിയല്ല. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുകയാണ്, അതെ, ഞാൻ അവിടേക്ക് പോകുന്നതിന്റെ കർമ്മവിഭക്തി ശരിയാണ്. എന്നാൽ ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു വലിയ പർവ്വതം. ഞാൻ പറയും, എനിക്ക് ആ പർവ്വതത്തിന്റെ അപ്പുറത്തേക്ക് പോയി ആ 100 പേർ രക്ഷിക്കാനായാൽ ഏതെങ്കിലും ഒരു നാൾ അവരവിടെ ആ മഹാൻ മിഷണറിയായ ബ്രദർ ബ്രൺഹാമിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ എന്റെ കർമ്മവിഭക്തി ശരിയല്ല. ആ മല വീഴില്ല. ഇല്ല ശ്രീമാൻ. എന്നാൽ എന്റെ ഉദ്ദേശവും കർമ്മവിഭക്തിയും ശരിയായിട്ടുള്ളതെങ്കിലും എന്റെ ഹൃദയത്തിൽ ദൈവമാണ് എന്നെ നയിക്കുന്നതെങ്കിലും എനിക്ക് മലയുടെ മുകളിലൂടെയോ മലയെ ചുറ്റിത്തിരിഞ്ഞോ മലയുടെ അടിവാരത്തിലൂടെയോ കടന്നു പോകാൻ കഴിഞ്ഞില്ല എങ്കിലും മലയെ നീങ്ങിപ്പോക എന്ന് ഞാൻ പറഞ്ഞേക്കാം. ഒരുപക്ഷെ അത് ഞാൻ പറയുമ്പോൾ ദൈവേഷ്ടത്താൽ പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ട് ഞാനത് ശരിയായ വിധത്തിലുള്ള ആത്മാവിലായിട്ട് കൂടുതലായി ഒന്നും പറഞ്ഞെന്ന് വരില്ല. അപ്പോൾ അവിടെ പർവ്വതത്തിലുണ്ടായിരുന്ന 1 ടീസ്പൂൺ മണ്ണ് പോലും മാറാതെ അതങ്ങനെ തന്നെ ആയിരുന്നു എന്ന് വന്നേക്കാം. അടുത്ത നാൾ അവിടെ നിന്നും ഒരുപക്ഷെ 2 പൗണ്ട് വീണേക്കാം. അതിന്റെ അടുത്ത ദിവസം 1 ടണ്ണിന്റെ 4 ചിലപ്പോൾ 1 മാസത്തിനകം 5 ടൺ വീണു എന്നിരിക്കാം. അതിനെക്കുറിച്ച് എന്താണ്? അതപ്പോഴും കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ അവൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആ വഴിയിലാണ്. ഞാൻ അവിടെ തന്നെ നിന്നുകൊണ്ട് അത് സംഭവിക്കുവോളം നോക്കിക്കൊണ്ടിരിക്കും. കാരണം ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നു. അതിനെ അവസാനിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ അമ്മ അവിടെ ആയിരിക്കുന്നതിന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ശരി, നിങ്ങൾക്കത് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അവൾ സുഖപ്പെടും. ശരിയാണ്, നിങ്ങളത് വിശ്വസിക്കുമെങ്കിൽ എന്ന് മാത്രമാണ്. വചനം പറയുക, അത് മാത്രം ചെയ്തിട്ട് അതുമായി നിൽക്കുക. കാണുന്നോ? അത് വിശ്വസിച്ചും കൊണ്ട് അതിൽ തന്നെ പിടിച്ചു തൂങ്ങിക്കിടക്കുക. അതാണ് നിത്യജീവൻ. ഇപ്പോൾ നാളെ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ പ്രാർത്ഥനാ കാർഡുകൾ കൊടുക്കരുതെന്ന് ബില്ലിയോട് പറഞ്ഞു. ഞാൻ സത്യമേറ്റു പറയുകയാണ്. ഞാൻ സമുദ്രത്തിന്റെ അപ്പുറത്തും തിരികെയും നേരെ വീട്ടിലേക്കും തിരികെയുമായി ഫിനിക്സിലും മറ്റുമായി ജാനുവരി മുതൽ പോവുകയായിരുന്നു. തികച്ചും പരിപൂർണമായി ആ ഹൃദയവിചാരം വെളിപ്പെടുത്തുമ്പോൾ ആ നേരങ്ങളിൽ ഞാൻ എത്രയും ക്ഷീണിതനായിട്ട് ചില നേരങ്ങളിൽ ഞാൻ എവിടെയാണ് നിന്നിരുന്നത് എന്ന് പോലും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അതിനെ തികച്ചും തുടച്ചു മാറ്റിയതുപോലെയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പോകേണ്ടതുണ്ട്. സഹോദരന്മാരായവർ, നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൂടി താമസിക്കാനായി എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ അതിന് വളരെ വിലമതിക്കുന്നു. ഇവിടെ ഒരു കൂട്ടം ആശ്ചര്യജനകമായ ദൈവവേലക്കാരാണുള്ളത് എന്ന് ഞാൻ തീർച്ചയായും വിചാരിക്കുന്നു. നമുക്ക് കൂട്ടായ്മ ആചരിക്കാനായി ഒരല്പം കൂടുതൽ സമയം കിട്ടിയിരുന്നു എങ്കിൽ എന്നാഗ്രഹിക്കുന്നു. കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഒരിക്കൽ തിരികെ വരും. മറ്റൊന്നുമല്ല, ഒരു പള്ളിയിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുക, പട്ടണ ചുറ്റുമായി ചുറ്റിത്തിരിഞ്ഞ് നിങ്ങളെല്ലാവരെയും കാണുക. ഞാനത് ചെയ്യുന്നതിൽ ആനന്ദിക്കുന്നു. ദൈവരാജ്യത്തിന് സഹായകരമായ എന്തും അത് നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഏതെങ്കിലും ഒരു സമയം കടന്നു വന്ന് ഞങ്ങളോടൊപ്പം ചേർന്ന് ഒരു നല്ല ഹൃദ്യമായ ഒരു യോഗം എവിടെയെങ്കിലും കൂടുക. സഹോദരന്മാരെ, ഓർക്കൂ, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു കാര്യം തീർച്ചയാണ്, നിങ്ങളെല്ലാവരും എനിക്കായും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ നാളെ രാവിലെ ഈ പട്ടണ ചുറ്റുമുള്ള എല്ലാ വ്യത്യസ്ത സഭകളിലും സഭാ ആരാധന ഉണ്ടാകും. ജെഫൻസിലുള്ള ചില കൂട്ടർ ഇവിടെയുണ്ട്. എന്റെ ചില കൂട്ടുകാരാണ്. എന്റെ സഭയിലെ ട്രസ്റ്റികൾ ഒരാൾ സഹോദരൻ ഫ്രെഡ് സോത്ത്മാൻ ഇവിടെയുണ്ട്. യോഗത്തിൽ വെച്ച് എനിക്ക് അവനെ ഇതുവരെയും കാണാൻ സാധിച്ചില്ല. പിന്നെ സഹോദര അവിടെ ജെഫൻസിലെ എന്റെ അനേക സുഹൃത്തുക്കൾ, എന്റെ പ്രൈവറ്റ്, എന്റെ അവിടെ സെക്രട്ടറിയും മറ്റെല്ലാവരും ഇവിടെ നടക്കുന്ന യോഗത്തിൽ എവിടെയോ ഉണ്ട്. എനിക്ക് അവരെ ആരെയും ഇതുവരെ കാണാനായിട്ടില്ല. സഹോദരന്മാരെ, ഈ പട്ടണ ചുറ്റുമുള്ള ചില നല്ല സഭകളുണ്ട്. നിങ്ങൾ സന്ദർശകരിൽ പ്രേക്ഷിക്കുന്നവർ അവയിൽ ഒരെണ്ണം കണ്ടുപിടിച്ച് നാളെ അതിലൊന്നിൽ പോകണം. അവർ നിങ്ങളോട് നന്മ ചെയ്യുമെന്ന് എനിക്ക് തീർച്ചയാണ്. ഈ വിധത്തിലെ മിനിസ്ട്രിയിൽ വിശ്വസിക്കുന്ന സഹോദരന്മാരാണ് അവർ. ആ കാരണത്താലാണ് അവർ ഈ പ്രസംഗവേദിയിലും മറ്റിടങ്ങളിലും ഇരിക്കുന്നത്. കാരണം അവർ അതിൽ വിശ്വസിക്കുന്നു. ഞാൻ ആ മനുഷ്യരെ അഭിനന്ദിക്കുന്നു. ഈ യോഗത്തെ സ്പോൺസർ ചെയ്യുന്ന ഇവിടെയുള്ള ഫുൾ ഗോസ്പൽ ബിസിനസ്മാൻ വിഭാഗത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അത് ഈ യോഗത്തെ ഏറ്റെടുത്ത് നടത്തുന്നു. ഞാൻ അവരുടെ അനേക സ്പോൺസർമാരുടെ അടുക്കൽ പോകുന്നു. എന്നാൽ അവിടെ നാം അത് ഈ വിധം ചെയ്യാൻ പാടില്ല. അനേക നേരങ്ങളിൽ സഹോദരന്മാർ അല്പസ്വല്പ വ്യത്യാസങ്ങൾ അനുവദിക്കുന്നു. ഇങ്ങനെ ഒരാൾ ഇപ്രകാരം എന്തെങ്കിലും വിശ്വസിക്കുന്നു, മറ്റൊരാൾക്ക് മറ്റൊരു ചെറിയ കാര്യം. അതൊരു ചെറിയ ഉരസലും പിന്നിൽ നിന്നും വന്ന ഒരു പഴയ നീരസവുമാണ്. അത് ഈ സമയമാകുമ്പോഴേക്ക് ശമിച്ചിരിക്കണം. എന്നാൽ നിങ്ങൾ എനിക്ക് ഫുൾ ഗോസ്പൽ ബിസിനസ്മാനിലേക്ക് കടക്കാനായ സമയങ്ങളിൽ
ആ വിധത്തിലുള്ള സഹായങ്ങൾ അതിന്റെ പിന്നിലുണ്ടായിട്ട് നാം ഒരുമിച്ചേർന്ന് നമുക്ക് ഒരുമിച്ചുള്ള ഒരു യഥാർത്ഥ കൂട്ടായ്മ ആചരിക്കാൻ കഴിഞ്ഞ വളരെ നല്ല സമയം ഉണ്ടായിട്ടുണ്ട്. നാം അതിനെ അഭിനന്ദിക്കുന്നു. ദൈവം അവരുടെ ഭാഗത്ത് അനുഗ്രഹിക്കട്ടെ. അതിനെ ദൈവം ഉയർത്തിയതിന് ഒരു ഉദ്ദേശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് സഹോദരൻ ഓറൽ റോബർട്ട്സിന്റെ സ്ഥലം കാണാനുള്ള ഒരു മഹത്തായ സന്ദർഭം ലഭിച്ചു. എന്റെ ഒരു അതിബൃഹത്തായ സ്ഥലം, അത് എത്ര ഒരു മനോഹര കാര്യമായിരിക്കുന്നു. അത് പെന്തക്കോസ്തിലേക്കുള്ള ഒരു സ്മാരകം തന്നെ. അതിനുശേഷം ഞാൻ മറ്റൊരു അതിശയിപ്പിക്കുന്നിടത്തേക്ക് പോയി. അത് ദൈവത്തിന്റെ ഉത്കൃഷ്ടനായ മനുഷ്യൻ സഹോദരൻ ടോമി ഓസ്ബോണിന്റെ അടുക്കലാണ്. അദ്ദേഹം എനിക്കും സഹോദരൻ ടോമിക്കും വളരെ അടുപ്പമുണ്ട്. അതുപോലെ തന്നെയാണ് സഹോദരൻ ഓറലുമായും വളരെ അടുപ്പമുള്ള സഹോദരന്മാർ. ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നു. ദൈവരാജ്യത്തിനായുള്ള നല്ലവരായ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അതിനാൽ നിങ്ങൾ കെട്ടിയിട്ടുള്ള ഈ മറ്റുള്ള നല്ല മനുഷ്യരോടൊപ്പം ആ മനുഷ്യരെയും ഈ പട്ടണത്തിൽ കെട്ടിയിട്ടുള്ളതിനെ ഞാൻ തീർച്ചയായും അഭിനന്ദിക്കുന്നു. ആടുകളായ നിങ്ങൾക്ക് ഉത്കൃഷ്ടമായ ഇടയന്മാരെ കിട്ടിയിരിക്കുന്നു. ഞാൻ അതിനിങ്ങനെയാണ് പറയാറുള്ളത്: നിങ്ങൾ എല്ലാവരോടും കൂടെ കർത്താവ് തുടർന്നുമുണ്ടായിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നാളെ ഉച്ച കഴിയുമ്പോൾ ഞാൻ എത്ര മണിക്കാണ് സർവീസ് ആരംഭിക്കുന്നത് സഹോദരന്മാരെ? 2:30. നമുക്ക് 1, 1:30 നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം. അതിനാൽ അവർക്ക് ബാക്കിയുള്ള യുഗങ്ങൾ നടത്താൻ തടസ്സമില്ലാതെ നടത്താൻ കഴിയും. ആൺകുട്ടികൾ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ അവരുടെ പക്കൽ ചില പുസ്തകങ്ങളും ചിത്രങ്ങളും യോഗങ്ങളുടെ ടേപ്പുകളും റെക്കോർഡുകളും മറ്റുമുണ്ട്. അവയെ അവർ വിൽക്കുന്നു. എന്നാൽ നാളെ ശബത്തിൽ ഞങ്ങൾ അവയെ വിൽക്കാൻ അവരെ അനുവദിക്കില്ല. ഒരു പുസ്തകമോ മറ്റെന്തെങ്കിലുമോ നാളെ വിൽക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് തീരെ മോശമായ കാര്യമാണ് എന്ന് അനേകർ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ഒരിക്കൽ പോലും അത് അനുവദിച്ചിട്ടുമില്ല. വയസ്സനും പിതാവുമായ ബോസ്വർത്ത് എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു: ഓ ബ്രദർ ബ്രൺഹാം, നീ അവിടെ തെറ്റുവരുത്തുന്നു. എന്നാൽ ആ വിധത്തിലാണ് എനിക്ക് തോന്നുന്നത്. കാണുന്നോ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരെണ്ണം ആവശ്യമുണ്ട് എങ്കിൽ അവർ നിങ്ങൾക്ക് ഒരെണ്ണം തരും. എന്നാൽ ഞങ്ങൾക്ക് ശബത്തിൽ വിൽക്കാൻ കഴിയില്ല. ഇല്ല, അത്ര തന്നെ. ഞാനത് വിശ്വസിക്കുന്നു എങ്കിൽ ഞാൻ അതുമായി ജീവിക്കേണ്ടതുണ്ട്. ഇത്രയുമായി ഞാൻ അതിനാൽ സ്വയമായി ജീവിക്കേണ്ടതുണ്ട്. നിങ്ങൾ കാണുന്നോ, ഞാൻ എന്റെ ദൃഢവിശ്വാസപ്രകാരം മറ്റുമായി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് അയച്ചിട്ടോ വീട് വരെ പോയോ ആ സ്ഥലത്തേക്ക് പോയി അത് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ അത് എന്തെങ്കിലും ജോലി ചെയ്ത് തീർക്കാനായി ബാക്കിയുണ്ടായിരുന്നെങ്കിലോ മറ്റെന്തെങ്കിലുമോ അതുമല്ല, ദിവസം മുഴുവനുമുള്ള കട്ടപ്പാടുകളോ ഇപ്പോൾ നമുക്കതെല്ലാം മറന്നു കളയാം. നമുക്കതെല്ലാം ഒരു വശത്തേക്ക് വെക്കാം. ഒരല്പ നിമിഷങ്ങൾ വചനത്തിലേക്ക് നോക്കി അവന്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് എന്താണ് സംസാരിക്കുന്നു നോക്കാം. ഇന്ന് രാത്രിയിൽ ദൈവം നമുക്ക് അങ്ങേയറ്റമുള്ള മഹത്തായ അനുഗ്രഹങ്ങളെ തരാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജനെ, നീ അവളെ എനിക്കായി തട്ടിയെടുത്തോ? ആ ചെറിയ പെൺകുട്ടിയെ എനിക്കായി നീ ശിശുമോഷണം നടത്തിയോ? ഇത്രയും ഉയരമുള്ള എന്റെ ചെറിയ സാറായുമായി കളിക്കാൻ നീ എന്നോടൊപ്പം വീട്ടിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നോ? നീ ചെയ്യുന്നോ? നീ അത് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവൾ നിന്റെ മുഴുപ്പേ വരൂ. അവൾ ഡാഡിയുടെ ചെറിയ മകളാ. നീ നിന്റെ പപ്പായും സ്നേഹിച്ചു നോക്കാൻ ഞാൻ നിന്നോട് പന്തയം വയ്ക്കുന്നു. നീ ചെയ്യില്ലേ? ആമേ. തീർച്ചയായും നീ ചെയ്യും. മനോഹരിയായ പെൺകുട്ടി. ഞാൻ അവളെ നോക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. കമ്പിളി കത്തിച്ച് 2 ദ്വാരമുണ്ടാക്കിയതുപോലുള്ള കണ്ണ്, കാഴ്ചയ്ക്ക് ആ ചെറിയ കണ്ണുകൾ, നീളം കുറഞ്ഞ തവിട്ട് തലമുടി. ഞാൻ ചെറിയ കുട്ടികൾ ഇഷ്ടപ്പെടുന്നു. എന്റെ വീട്ടിലും എനിക്ക് 2 ചെറിയ പെൺകുട്ടികളുണ്ട്. അവരുള്ള റെബേക്കയും മറ്റേത് സാറായുമാണ്. ഇവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ദൂരത്തായിരുന്നു. അവർ രണ്ടാളും ഡാഡിയുടെ കുഞ്ഞു പെൺമക്കളാണ്. ഞാൻ അവരെ സ്നേഹിക്കുന്നു. അവർ കടന്നു വരുമ്പോൾ തന്നെ ഞാൻ അവരെ തോളത്തെടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ ബെക്കി വലുതായതിനാൽ എടുക്കാനുള്ള വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അവൾ എന്നെ പോലെ വലുതായി. അവളിപ്പോൾ എന്റെ മുതുകൊടിച്ചു കളയും. എന്നിരിക്കലും അവൾ ഡാഡിയുടെ ചെറിയ കുട്ടി തന്നെ. ഇപ്പോൾ 1 വർഷം കൂടി കഴിഞ്ഞാൽ പബ്ലിക് സ്കൂളിൽ നിന്നും മാറ്റി അവളെ ദൂരെ എവിടെയെങ്കിലുമുള്ള ബൈബിൾ സ്കൂളിലേക്ക് അയക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ അവർ ഡാഡി വീട്ടിലേക്ക് വരുന്നതിനെയും നോക്കി കാത്തിരിക്കും. ഞാൻ പുറത്തെവിടെയെങ്കിലും യോഗങ്ങളിലായിരിക്കും. നാളെ രാത്രി അർദ്ധരാത്രിയാകുവോളം ഞാൻ അകത്തേക്ക് കടന്നു ചെല്ലുന്ന നോക്കി അവർ കാത്തിരിക്കും. അങ്ങനെയായിട്ട് ഞാൻ അതിരാവിലെ 3 മണിക്കോ അഥവാ 4 അടുപ്പിച്ച് കടന്നു ചെല്ലും. അമ്മ എന്നെ വീട്ടിലേക്ക് അയറ്റാനായി വാതിലേക്ക് വരും. ഞാൻ വളരെ തളർന്നും ക്ഷീണിച്ചുമിരിക്കും. ഞാൻ ഇവിടെ പ്രസംഗവേദിയിൽ എനിക്ക് അഭിഷേകം കടന്നു വരുമ്പോൾ നന്നായി അനുഭവപ്പെടുന്നു. എന്നാൽ ഒരിക്കൽ അത് നിങ്ങളെ വിട്ടുപോകുമ്പോൾ അവിടെയാണ് നിങ്ങൾ വിഷമത്തിലാകുന്നത്. അത് എപ്പോഴെങ്കിലുമായി എത്രവർക്കറിയാം എന്താണ്? അത് തീർച്ചയായും തന്നെ. നോക്കൂ, ഏലിയാവ് പർവ്വതത്തിന് മുകളിലേക്ക് പോയി ആകാശം തീയിറക്കി, ആകാശം മഴയെ വിളിച്ചു വരുത്തി. ആത്മാവ് അവനെ വിട്ടുപോയപ്പോൾ അവൻ 40 ദിവസങ്ങൾ വനാന്തരത്തിൽ എവിടെയോ അലിഞ്ഞു നടക്കുകയും ദൈവം അവനെ കണ്ടുപിടിച്ചിട്ട് എവിടെയോ ഉണ്ടായിരുന്നൊരു ഗുഹയിൽ നിന്നും അവനെ പുറത്തു കൊണ്ടുവന്നു. യോന അവനൊരു കടലാനയുടെ വയറ്റിലേക്ക് പോയി. അവിടെ 3 രാവും പകലുമായിരുന്നിട്ട് കടൽക്കരയിലേക്ക് തുപ്പിയപ്പോൾ ചുറ്റിനുമായി പ്രസംഗിച്ചു കൊണ്ടുപോയി. മുഴുവൻ പട്ടണവും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വന്നു. അഭിഷേകം അവൻ വിട്ടുപോയപ്പോൾ അവനൊരു പർവ്വതത്തിന് മുകളിൽ ചെന്ന് അവന്റെ ജീവൻ എടുത്തുകൊള്ളാനായി
ദൈവത്തോട് പറഞ്ഞു, കാണുന്നോ, വളരെ നാളുകളായില്ല നാം തിരുവത്താഴ് ശുശ്രൂഷ നടത്തുമ്പോൾ പാടാറുള്ള വളരെ പ്രസിദ്ധിയാർജിച്ച പാട്ടെഴുതിയ വില്യം കൗപ്പറിന്റെ കല്ലറയുടെ വശത്ത് ഞാൻ നിന്നിരുന്നു. രക്തത്താൽ നിറഞ്ഞൊരു ഉറവയുണ്ട്, ഇമ്മാനുവേലിന്റെ ഞരമ്പോൾ നിന്ന് വലിച്ചെടുത്തത്. അവിടെ ആ പ്രളയത്തിൽ പാപികൾ ചാടുന്നു. അവൻ എന്താണ് സംഭവിച്ചത്? എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൽ നിന്നും ആ പ്രേരണ അവനെ വിട്ടുപോയപ്പോൾ അവൻ ആത്മഹത്യ ചെയ്യാനായി ഒരു നദി തേടി നടന്നു. ഞാൻ പഴയ കെന്റിക്കുടെ നേരെ മറുവശത്താണ് താമസിച്ചിരുന്നത്. അമേരിക്കയ്ക്ക് അതിന്റെ ഏറ്റവും പ്രശസ്തമായ നാടോടിപ്പാട്ടുകൾ സംഭാവന ചെയ്തത് സ്റ്റീഫൻ ഫോസ്റ്ററാണ്. ആ പ്രേരണ അവന് മേലായി വരുമ്പോൾ ഒരു പാട്ട് എഴുതുകയും അവൻ അതിൽ നിന്നും പുറത്താകുമ്പോൾ ഒരൽപ്പം മദ്യമെടുക്കേണ്ടിയും വന്നിരുന്നു. അവസാനമായപ്പോൾ ഒരു ഭൃത്യനെ വിളിച്ച് ഒരു ക്ഷൗരക്കത്തിയെടുത്ത് അതിനാൽ ആത്മഹത്യ ചെയ്തു. ആ ആത്മീയ മണ്ഡലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് സാധാരണ ജനങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു മലയെ നീക്കണമെന്ന് അനുഭവപ്പെടുന്നു. ആ വാതിലിലൂടെ പോകാൻ തുടങ്ങുമ്പോൾ അഭിഷേകം നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോയാൽ നിങ്ങളെ പിടിക്കാനായി അവിടെ ആരെങ്കിലും ഇല്ലെങ്കിൽ കാണുന്നോ? അപ്പോൾ മുതൽ ഒരു ചില മണിക്കൂറുകൾക്ക് വളരെ പ്രയാസത്തോടെ നിങ്ങൾ എവിടെയായിരിക്കുന്നു എന്ന് പോലും അറിയാനാകില്ല. അത് കഴിയുമ്പോൾ ഓരോ രാത്രിയിലും അത് നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലതിനെടുക്കുന്നു. ഒരൽപ്പം സാറയെയും റബേക്കയെയും പറ്റി നിങ്ങളോട് ഒരൽപ്പം ചിലർ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പ്രഭാതത്തിൽ എനിക്ക് ഉറങ്ങാൻ കഴിയാതെ ഞാൻ എഴുന്നേറ്റ് ഒരു കസലിലിരിക്കും. ഒരൽപ്പം നേരം കഴിയുമ്പോൾ ബെക്കി ഏറ്റവും മൂത്തതായതിനാൽ അവൾക്ക് സാറയേക്കാൾ നീളത്തിലെ കാലുകളുണ്ട്. അവളുടെ ചെറിയ സഹോദരിയെ ഉണർത്താതെ കിടക്കയിൽ നിന്നും ഉയർന്ന് പതുക്കെ ചാടി എഴുന്നേറ്റ് ഓടി വരും. അവൾ വീട്ടിനകത്തൂടെ അവൾക്ക് ഓടാൻ കഴിയുന്ന പരമാവധി വേഗത്തിൽ ഓടും. അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഡാഡി ഡാഡി, ഞാനൊരു കാലിനെ മറ്റേതിന്റെ മുകളിൽ വെച്ചായിരിക്കും ഇരിക്കുക. അവൾ അതിന്റെ കുറുകെ ചാടിക്കയറി വളരെ നന്നായി സന്തുലിതാവസ്ഥയിലിരിക്കും. നിങ്ങൾക്കറിയാവുന്നതുപോലെ 100 കണക്കിന് വർഷങ്ങളായിട്ട് നൂതന സഭയ്ക്കുണ്ടായിരിക്കുന്ന വിധത്തിലെ അത് വിനോദമാണ്. അവൾ അവളെ സ്വയം തന്നെ സന്തുലിതാവസ്ഥയിലാക്കിയിട്ട് കൈകളാൽ എന്നെ ചുറ്റി പിടിച്ചുകൊണ്ട് പറയും, ഓ എന്റെ ഡാഡി, എന്റെ ഡാഡി. സാറ ബഹളം കെട്ടി എഴുന്നേറ്റ് വരും. അതെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ അത് ചെയ്യാറുണ്ട്. ഇളയ കുട്ടി മൂത്തയാൾ ഉപയോഗിച്ചു കഴിഞ്ഞ ഇളയാളിന് കൊടുക്കുന്ന വസ്ത്രങ്ങളാണ് ധരിക്കുക. അങ്ങനെ സാറ ബെക്കിയുടെ ഒരു പജാമ ധരിച്ചിരുന്നു. നിങ്ങൾ അറിയുന്നത് പോലെ കാലുകൾ ഒരൽപ്പം നീളം കൂടുതലായിരുന്നു. പൊക്കം കുറഞ്ഞിട്ട് നിലത്ത് വീണും ഇടറിയും കൊണ്ടിതാ അവൾ വരികയാണ്. അല്പം താമസിച്ചാണ് അവൾ അവിടെ എത്തിയത്. അങ്ങനെ ബെക്കി തിരിഞ്ഞിട്ട് പറയും, സാറ, എന്റെ സഹോദരി, ഞാൻ ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു. അവൾ പറയും, ഇവിടെ ആദ്യം വന്നത് ഞാനാണ്. എനിക്കാണ് കുത്തഭാഗാവശം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഡാഡിക്കുള്ളതെല്ലാം എനിക്കാണ്. നിനക്കായി ഒന്നും വിശേഷിച്ചിട്ടില്ല. ആ വിധത്തിലാണ് ജനങ്ങൾ മതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെയല്ലേ? അത് ശരിയാ. പാവം കുഞ്ഞു സാറ അവൾ തന്റെ ചെറിയ ചുണ്ട് താഴേക്ക് മലർത്തി അവളുടെ ചെറിയ കറുത്ത കണ്ണുകളാൽ എന്നെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ കരഞ്ഞു തുടങ്ങി. ബെക്കി അവളുടെ കവൾ എനിക്കെതിരായി വെച്ചിട്ട് എന്നെ ആലിംഗനം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറ തിരികെ നടന്നകലാൻ തുടങ്ങി. കാരണം ഡാഡിക്കുള്ളതെല്ലാം ബെക്കി എടുത്തിരിക്കുന്നു. ഞാൻ എന്റെ മറ്റേക്കാൽ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് അവളെ ഇങ്ങനെ ആംഗ്യം കാട്ടി. ഓ, അവൾ ആത്മവിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ഓടി വന്ന് എന്റെ കാലിന്മേൽ ചാടിക്കയറിയിരുന്നു. അവൾ അവിടെ വളരെ കൂടുതലായി ഇല്ലാതിരുന്നതിനാൽ അവളുടെ കാലുകൾ പോലും നിലത്ത് മുട്ടിയിരുന്നില്ല. അവളൊന്ന് ചെറുതായി ഇടർന്നതുപോലെ കാണപ്പെട്ടു. ഒരുപക്ഷെ എന്നെ പോലെ, നിങ്ങൾക്കറിയാം, ഒരു ചെറുതായി ഇടർന്നവൻ. അവൾ കഴിഞ്ഞിരുന്നില്ല. കാലുകൾ നിലത്ത് മുട്ടുന്നില്ലായിരുന്നു. അവൾ ഒരു വലിയ ഭാഗ്യസഭയായിരുന്നില്ല. അതിനാൽ അവൾക്ക് ദൃഢമായി നിലത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവിടെ ചുറ്റുമായി വളരെ നേരം അവൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ ഇടർന്നതുപോലെ കാണപ്പെട്ടിട്ടും ഞാൻ എന്റെ 2 കൈകളെയും അവൾക്ക് ചുറ്റുമായി ഇങ്ങനെ ചുറ്റിക്കൊണ്ട് എന്റെ അടുത്തേക്ക് അവളെ ആലിംഗനം ചെയ്ത് ചേർത്ത് കൊണ്ടുവന്നപ്പോൾ അവളുടെ ചെറിയ കണ്ണുകൾ തീക്ഷ്ണമായി പ്രകാശിച്ചിട്ട് നേരെ ബെക്കിയെ തിരികെ നോക്കി. അവൾ പറഞ്ഞു, എന്റെ സഹോദരി റബേക്കെ, അവൾ പറഞ്ഞു, ഡാഡിക്കുള്ളതെല്ലാം നീ എടുത്തു എന്ന് സത്യമായിരിക്കാം. എന്നാൽ നീ ഒരു കാര്യം അറിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡാഡി എനിക്കുള്ളതെല്ലാം എടുത്തിരിക്കുകയാണ്. അതിങ്ങനെയായിട്ട് അങ്ങനെ അവൻ എനിക്കുള്ളതെല്ലാം എടുത്തിരിക്കുന്നു. വലിയ കാര്യങ്ങളെ കിട്ടാനായിട്ട് വിദ്യാഭ്യാസം എനിക്കില്ല. എന്നാൽ എന്റെ ഇടർച്ചയിൽ അവൻ എനിക്കുള്ളതെല്ലാം എടുത്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നിടത്തോളം അവൻ തന്റെ 2 കൈകളാലും എനിക്ക് ചുറ്റുമായി ചുറ്റുമെങ്കിൽ അത്രമാത്രം എനിക്ക് വളരെ നന്നായി അനുഭവപ്പെടും. കൊള്ളാം. നാം വചനം തുറക്കുന്നതിന് മുമ്പായി നമുക്ക് മറ്റൊരു ചെറിയ പ്രാർത്ഥന കൂടെ ചെയ്യാം. ഇപ്പോൾ സ്വർഗീയ പിതാവേ, ഞങ്ങളും കൊച്ചുകുട്ടികളെ പോലെയാണ് എന്ന് തിരിച്ചറിയുന്നു. മാത്രമല്ല അതുമല്ലാതെ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതും ഞങ്ങളോടൊപ്പം ആരാധിക്കുന്നു ഇഷ്ടപ്പെടുന്നു. ഞങ്ങൾ നിന്നെ ആരാധിക്കുമ്പോൾ നീ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ നിന്റെ കൈകളാൽ ചേർത്ത് പിടിക്കുകയും നിന്റെ പരിശുദ്ധാത്മാവിനെ താഴേക്ക് അയച്ച് നീ ഞങ്ങളുടെ പിതാവാണെന്നും നീ ജീവിച്ചിരിക്കുന്നു എന്നും ഞങ്ങളെ അറിയാൻ ഇടയാക്കുന്നു.
ഞങ്ങൾ നിനക്ക് വളരെ നന്ദി അർപ്പിക്കുന്നു. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഇടയിലേക്ക് വരാനിടവരട്ടെ. കർത്താവെ, ഓരോ ഹൃദയത്തെയും സ്നേഹിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് പുത്തൻ അനുഗ്രഹങ്ങൾ നൽകണമേ. പിതാവേ, കൃപയുടെ കുളിർമയുള്ള മഞ്ഞുതുള്ളികളെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളിലേക്ക് നോക്കരുതേ, അവ അനേകമാകുന്നു. കർത്താവെ, അവയെ ക്ഷമിക്കണമേ, അവയെ നീക്കിക്കളണമേ. പിതാവേ, ഡാഡി ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന വിചാരത്തോടെ കൊച്ചുകുട്ടികൾ വീട്ടിന് ചുറ്റുമായി ഓടുന്നത് പോലെ ഇപ്പോൾ ഞങ്ങളെ അങ്ങയുടെ കൈകളിൽ എടുക്കുകയും ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കി ഞങ്ങളുടെ പ്രാണനെല്ലാം ശുദ്ധീകരിച്ച് ഞങ്ങളുടെ ആത്മാക്കളെ സ്വതന്ത്രമാക്കണമേ. കർത്താവെ, അതിനാൽ ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കാനും സ്തുതിക്കാനും സാധിക്കുമല്ലോ. ഇതനുവദിക്കണം കർത്താവെ. ഇപ്പോൾ ഒരു മനുഷ്യനും വചനത്തെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. നാം അത് തിരിച്ചറിയുന്നു. സിംഹാസനത്തിരിക്കുന്നവന് വലം കൈയിൽ പുസ്തകമിരിക്കുന്നത് യോഹന്നാൻ കണ്ടപ്പോൾ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ആ പുസ്തകത്തെ തുറക്കുവാനോ അതിന്റെ മുദ്രകളെ പൊട്ടിക്കാനോ യോഗ്യനായി ആരെയും കണ്ടില്ല. അപ്പോൾ അവിടെ ഭൂമിക്ക് അടിസ്ഥാനം മുമ്പേ അറക്കപ്പെട്ടിരുന്ന ഒരു കുഞ്ഞാട് കടന്നു വരുന്നതായി കാണുന്നു. അവൻ യോഗ്യനായിരുന്നു. അവൻ പുസ്തകമെടുത്തു മുദ്രകളെ പൊട്ടിച്ച ശേഷം പുസ്തകത്തെ തുറന്നു. ഓ കുഞ്ഞാടെ, ഇന്ന് രാത്രി വരണമേ. പിതാവേ, ഞങ്ങൾ അങ്ങേക്കായി കാത്തു നിൽക്കുമ്പോൾ കടന്നു വന്ന് പുസ്തകത്തെ തുറക്കണമേ. ഞങ്ങളത് ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. ഒരു ചെറിയ തിരുവചന ഭാഗത്തു നിന്നും 3 വാക്കുകളെയാണ് ഞാൻ ഇന്ന് രാത്രിയിലേക്ക് തിരഞ്ഞെടുത്തത്. എന്നാൽ ഞാൻ ആദ്യം വിശുദ്ധ യോഹന്നാന്റെ 11-ാം അധ്യായത്തിൽ നിന്നും 23-ാം വാക്യം തുടങ്ങി 1-2 വചനങ്ങളെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഒരു വിഷയത്തിനായി ഞാൻ ഈ 3 വാക്കുകൾ ഉപയോഗിക്കാൻ ആശിക്കുന്നു. ഇത് നീ വിശ്വസിക്കുന്നുവോ? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു കഥ വായിച്ചു. അതൊരു കെട്ടുകഥ എന്നാണ് വിളിച്ചത്. ഏകദേശമുള്ള എല്ലാ ദൈവവേലക്കാരും ഡോക്ടർ ഇൻഗ്രഹാമിന്റെ ദ പ്രിൻസ് ഓഫ് ദ ഹൗസ് ഓഫ് ഡേവിഡ് എന്ന കൃതി വായിച്ചിരിക്കും എന്ന് ഞാൻ നിരൂപിക്കുന്നു. അതൊരു മഹത്തായ കൃതിയാണ്. അതിന്റെ അച്ചടിച്ച പ്രതികളെല്ലാം വിറ്റുപോയെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനായി എനിക്ക് പ്രസിദ്ധീകരിച്ച് കിട്ടിയിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അവിടെ ഈ ലാസറിനെയും ലാസറിന്റെ സഹോദരികളായ മേരിയെയും മാർത്തയെയും യേശുവിനെയും കുറിച്ചുള്ള ഒരു ചെറിയ ലേഖനം ഞാൻ വായിച്ചിരുന്നു. മേരിയോടും മാർത്തയോടുമൊപ്പം യേശു അവിടെയാണ് താമസിച്ചിരുന്നത് എന്ന് ഞാൻ അവിടെ വായിച്ചു എന്ന് വിചാരിക്കുന്നു. അവർ രണ്ടുപേരും സുന്ദരികളായ എബ്രായ പെൺകുട്ടികളായിരുന്നു. ലാസറോ ദേവാലയത്തിൽ പുരോഹിതന്മാർക്കായി ന്യായപ്രമാണത്തിന്റെ അക്ഷരങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്ന പകർത്തെഴുത്തിന്റെ പരിശീലനം ശ്രദ്ധിച്ചവനുമായിരുന്നു. യേശുവിന് ഒരു മഹത്തായ കൂട്ടായ്മ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും ലാസറുമായിട്ട്. നാം പുസ്തകം വായിക്കുമ്പോൾ അവിടെ അവൻ വീട്ടിലേക്ക് വരുമ്പോൾ മാർത്ത അവന്റെ വചനം കേൾക്കുന്നതിന് അല്പം ആലസ്യം വരുത്തിക്കൊണ്ട് മേശമേൽ വിളമ്പാനായി ആഹാരം പാകപ്പെടുത്തുന്നതിൽ വ്യാപൃതയായിരുന്നു. എന്നാൽ മേരി അവന്റെ കാൽക്കൽ ഇരുന്നിരുന്നു. യേശു പറയുന്നത് മേരി നല്ല കാര്യം തിരഞ്ഞെടുത്തു എന്നാണ്. ഡോക്ടർ ഇൻഗ്രഹാമിന്റെ ദ പ്രിൻസ് ഓഫ് ദ ഹൗസ് ഓഫ് ഡേവിഡ് എന്ന കൃതിയിൽ ലാസറാണ് യോഹന്നാന്റെ അടുക്കൽ യേശുവിനെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് നമ്മോട് പറയുന്നു. അത് വാസ്തവമായിരിക്കേണ്ടതില്ല എന്നിരിക്കലും അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്നാൽ അതിന്റെ ഒരു പശ്ചാത്തലത്തിനായി പറയുന്നതാണ്. അവൻ അവരോടൊപ്പം താമസിച്ചിരുന്നു എന്നാണ് നിരൂപിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞയാഴ്ചയിൽ നാം വരവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു വിധത്തിൽ പറഞ്ഞാൽ യേശു യോഹന്നാൻ 5:19 അത് പറഞ്ഞിരിക്കുന്നു. പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും
അവണ്ണം തന്നെ ചെയ്യുന്നു. കാണുന്നോ? പിതാവ് എന്തു ചെയ്യുന്നത് അവൻ കാണുന്നോ? അങ്ങനെ ഇത് ശരിക്കും ഒരു കഥയായി തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുവിനോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കാം, നിന്റെ കൂട്ടുകാരൻ ലാസർ മരിക്കാൻ പോവുകയാണ്, എന്നാൽ അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ പോകുന്നു. അതിനാൽ നീ ആ വീട് വിട്ടു പോകുക, ദൂരെ എവിടേക്കെങ്കിലും പോകുക, കാരണം അവനായി പ്രാർത്ഥിക്കാൻ, അവനെ സൗഖ്യമാക്കാൻ നിന്നോട് പറയാൻ പോകുന്നു. എന്നാൽ നീ അത് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നാം മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആ കഥ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് യഥാർത്ഥ സത്യത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്തേക്ക് വരുന്നത് കാണാം. അങ്ങനെ യേശു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മറ്റൊന്നും ചെയ്യാതെ വീട്ടിൽ നിന്നും മറ്റെവിടേക്കോ പൊയ്ക്കളഞ്ഞു. ആ രാത്രിയിൽ തിരികെ വന്നതുമില്ല. അവൻ മറ്റേതോ ഒരു പട്ടണത്തിലേക്ക് പോയി. യേശു ആ വീട്ടിൽ നിന്നും പോയ ഉടൻ തന്നെ ആ ഘട്ടം അവിടെ കടന്നു വന്നു. യേശു നിങ്ങളുടെ വീട്ടിൽ നിന്നും പോയാൽ ഘട്ടം അതിന്റെ വഴിയിലാകുന്നു. ഇത്രയും ഓർത്തിരിക്കുക, അവൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഘട്ടം അതിന്റെ വഴിയിലൂടെ കടന്നു വരുന്നു. നിങ്ങളുടെ സഭയിൽ സാമൂഹിക സൊസൈറ്റികൾ വലിയ 16 സിലിണ്ടറുകളുള്ള റെക്കൻ ബേക്കർ പോലെ വളരെ നന്നായി പ്രവർത്തിപ്പിച്ചുകൊണ്ട് യേശുവിനെ പുറത്തേക്ക് പോകാൻ നിങ്ങൾ അനുവദിക്കുമ്പോൾ, യേശു നിങ്ങളുടെ സഭയ്ക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഘട്ടങ്ങൾ അതിന്റെ പ്രയാണത്തിലാകുന്നു. അതേ ശ്രീമാൻ, യേശു ഒരു വിഭാഗീയ സഭയെ ഉപേക്ഷിക്കുമ്പോൾ അവർ അവനെ വശത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ പറയും, അതെ, ഇപ്പോൾ ഈ വക കാര്യങ്ങൾ കൃത്യമായും ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ അതിനു പകരം മറ്റെന്തെങ്കിലും എടുക്കുകയും ഘട്ടങ്ങൾ അതിന്റെ വഴിയിലാവുകയും ചെയ്യുന്നു. ഇത് മാത്രം ഓർത്തിരിക്കുക. ലൂക്കോസിന്റെ പുസ്തകത്തിൽ കാണുന്ന കർത്താവായ യേശുവിന്റെ ഒരു കഥ എന്റെ ഓർമ്മയിൽ വരുന്നു. അവനൊരു ചെറിയ പയ്യനായി ഏകദേശം 12 വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ ആണ്ടുതോറും ആചാരമായി യെരൂശലേമിൽ നടത്താറുള്ള പെന്തക്കോസ്ത് ഉത്സവത്തിൽ ജനങ്ങൾ അവനെ കൂട്ടിക്കൊണ്ടുപോയത് നിങ്ങൾക്കറിയാമല്ലോ. ആ ഉത്സവത്തിനായി അവരവിടെ യെരൂശലേം പട്ടണത്തിലായിരുന്നപ്പോൾ അവർക്ക് ആനന്ദകരമായ ഒരു സമയമായിരുന്നു. അവനെ കൂടാതെ അവർ 3 ദിവസത്തെ യാത്ര ചെയ്തു എന്ന് നാം ബൈബിളിൽ കാണുന്നു. ഇങ്ങനെ അവർ വിചാരിച്ചു, ചിലപ്പോൾ യേശു അവരുടെ ഏതെങ്കിലും ചർച്ചക്കാരുടെ കൂടെ കാണും. അത് അനുവദനീയമാണ് എന്ന പോലെ അവർ നിരൂപിച്ചിരുന്നു. ഇപ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയില്ല. അവർ അവരുടെ ചർച്ചക്കാരുടെ അടുക്കലെത്തി തിരഞ്ഞപ്പോൾ അവർക്ക് അവനെ കാണാനായില്ല. അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ മെത്തോഡിസ്റ്റ് ആണ്, ബാപ്റ്റിസ്റ്റ് ആണ്, പ്രിസ്ബിറ്റേറിയൻ ആണ്, പെന്തക്കോസ്താണ്. നമ്മുടെ പശ്ചാത്തലവും നമ്മുടെ പൂർവ്വപിതാക്കന്മാരും മഹാന്മാരായ വിശ്വാസികളായിരുന്നു എന്നതിനാൽ നമുക്കത് അനുവദിച്ചിരിക്കുന്നു എന്ന് നാം വിചാരിച്ചുകൂടാ. ഞങ്ങൾ അത് ഇഷ്ടപ്പെടുന്നു, അത് അനുവദിച്ചിരിക്കുന്നു. യേശു നമ്മോടൊപ്പമുണ്ട്. നമുക്കത് ചെയ്യാൻ കഴിയില്ല. നമുക്ക് അവനുമായി ഓരോ ദിവസവും ഓരോ നിമിഷവും ബന്ധം പുലർത്തേണ്ടതുണ്ട്. ഓ, ഞാനത് ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ ദൈവം എന്തായിരിക്കുന്നുവോ അതെനിക്ക് ആവശ്യമായിരിക്കുന്നു. എന്റെ അപ്പനും അമ്മയ്ക്കും എന്തുണ്ടായിരുന്നു എന്നോ എന്റെ പൂർവ്വപിതാക്കന്മാർക്ക് എന്തുണ്ടായിരുന്നു എന്നോ അതെല്ലാം അതിശയമുളവാക്കുന്നു. അവർക്ക് എന്തുണ്ടായിരുന്നോ അത് നല്ലത് തന്നെ. നാം യാത്രയിൽ കുറച്ചും കൂടെ മുകളിലായിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് അവൻ എന്തായിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ശ്രീമാൻ മൂടി എന്താണ് ചെയ്തിരുന്നത് എന്ന് ഞാൻ തിരികെ നോക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നാം യാത്ര ചെയ്ത് ശ്രീമാൻ മൂടിയേക്കാൾ വളരെ മുകളിലായി വന്നിരിക്കുന്നു. ഇന്നുള്ള നമ്മുടെ സഭയുടെ പ്രശ്നം എന്താണെന്നാൽ പുറകിലേക്ക് നോക്കിക്കൊണ്ട് പറയും, അതെ, ശ്രീമാൻ ജോൺ വെസ്ലി എന്ത് പറയുന്നു നോക്കാം, മറ്റുള്ള ചിലർ എന്ത് പറഞ്ഞിരിക്കുന്നു നോക്കാം. ആ കാരണത്താലാണ് മതം അതിന്റെ സ്ഥാനത്തായിരിക്കുന്നതിൽ നിന്നും വളരെ മുന്നിലായി സയൻസ് അവരുടെ വയലിലായിരിക്കുന്നത്. ഇവിടെ 300 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മണിക്കൂറിൽ 35 മൈലുകളെക്കാൾ വേഗത്തിൽ വാഹനം ഓടിച്ചാൽ ഒരു ത്വാകർഷത്തിൽ നിന്നും വിട്ടുപോകുമെന്നും ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ തെളിയിച്ചു. അതിനെ ശാസ്ത്രമെന്ന് തിരികെ നോക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അവർ മണിക്കൂറിൽ 1900 മൈൽ വേഗതയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു, തുടർന്നും പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യും. അവർ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് മുന്നിലേക്ക് കുതിക്കുകയാണ്. എന്നാൽ നാമോ പിന്നിലേക്ക് നോക്കി മൂടി എന്താണ് പറഞ്ഞത്, സാങ്കി എന്താണ് പറഞ്ഞത്, ഫിന്നി പറഞ്ഞത്, നോക്സ്, കാൽവിൻ, അങ്ങനെയുള്ള ചിലർ എന്ത് പറഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നു. അവർ പറഞ്ഞതെല്ലാം ശരി തന്നെ, അത് അവരുടെ കാലത്തേക്കുള്ളതായിരുന്നു. എന്നാൽ നാം മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്റെ അപ്പൂപ്പൻ ഒരു കാളവണ്ടിയിൽ സവാരി ചെയ്തിരുന്നു. ഞാനൊരു ഫോർഡ് P8 ഓടിക്കുന്നു. എന്റെ മകൻ ഒരു ജെറ്റ് വിമാനം പറത്തിയേക്കാം. അതായത് നാം മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് മതവും ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. കർത്താവിന്റെ വരവ് വളരെ സമീപിച്ചിരിക്കുന്നു. സഭ അതിന് ശക്തിയാൽ മുന്നേറേണ്ടതുണ്ട്. ശാസ്ത്രത്തിന് ഒരളവിന് മാത്രമേ കയറാൻ കഴിയുകയുള്ളൂ. അത് കഴിയുമ്പോൾ വീഴ്ച സംഭവിക്കേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് അളവില്ലാതെ ലഭിച്ചിരിക്കുന്നു. അത് ഒരിക്കലും സ്പർശിച്ചിട്ടില്ലാത്ത ശക്തി ദൈവത്തിന്റെ അളവുറ്റ സ്രോതസ്സുകളാണ്. അതിലേക്ക് നാം മുന്നേറേണ്ടതുണ്ട്. നാം ഇന്ന് രാത്രിയിൽ ജീവിക്കുന്നത് ക്രിസ്ത്യാനികളായ നമുക്ക് ആനന്ദിക്കാനായി നൽകിയിട്ടുള്ള വിശേഷ അവസരങ്ങൾ നൽകിയിരിക്കുന്നത് ഓരോ ദശലക്ഷം മൈൽ പിന്നിലാണ്. ഇന്നത്തെ സ്ഥാപനങ്ങളെയും രോഗങ്ങളെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളെയും ഞാൻ നോക്കുമ്പോൾ ഞാൻ
എന്നിൽ തന്നെ ലജ്ജിക്കുന്നു. യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്ന് മുഴുവൻ ലോകവും തിരിച്ചറിയേണ്ടതിന് അത്ഭുത അടയാളങ്ങളെ കാട്ടിയും പിശാചുക്കളെ പുറത്താക്കിയും മരിച്ചവരെ ഉയർപ്പിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് നമ്മുടെ സഭ തെരുവിലൂടെ നടക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അതാണ് നാം ചെയ്യേണ്ടതായിട്ടുള്ളത്. എന്താണ് നിങ്ങൾ പറയും, ശ്രീമാൻ മൂടി ഒരിക്കലും ശ്രീമാൻ മൂടി ഈ കാലത്തിലല്ല ജീവിച്ചിരുന്നത്. അത് ശരി തന്നെ. നാം കർത്താവിന്റെ വരവെങ്കിലാണ് ജീവിക്കുന്നത്. അവൻ നമ്മുടെ ചർച്ചക്കാരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് നാം അവകാശവാദം ചെയ്യുന്നത് ശരി തന്നെ. എന്നാൽ കഴിഞ്ഞ ദിവസം ശ്രീമാൻ ഗ്രാഹമിനെ ഒരു വെല്ലുവിളിക്കാരൻ വെല്ലുവിളിച്ചപ്പോൾ അവൻ നമ്മുടെ ചർച്ചക്കാരുടെ ഇടയിലെന്ന് നാം കണ്ടുപിടിച്ചു. അവർ എവിടെ വെച്ചാണ് അവനെ കണ്ടത്? അവർ എവിടെ വെച്ചാണ് യേശുവിനെ കണ്ടത്? എവിടെയാണോ അവർ അവനെ വിട്ടുകളഞ്ഞത്, അതേ ഇടത്തു തന്നെ അവർ എവിടെയാണോ അവനെ വിട്ടുകളഞ്ഞത്? പെന്തക്കോസ്ത് പെരുന്നാളിൽ. എവിടെ വെച്ചാണ് സഭ? എവിടെ വെച്ചാണ് നാം യേശുവിനെ വിട്ടുകളഞ്ഞത്? പെന്തക്കോസ്തിന്റെ പെരുന്നാളിൽ വെച്ച്. പഴയ കാലത്തിൽ ഉണ്ടായിരുന്ന പെന്തക്കോസ്തിന്റെ ശക്തിയെയും പെന്തക്കോസ്തിന്റെ ഉത്സവത്തെയും നാം വിട്ടുകളഞ്ഞപ്പോൾ നാം യേശുവിൽ നിന്നും ദൂരം പോയി. അത് കൃത്യമായും ശരിയാണ് സുഹൃത്തെ. നാം നമ്മുടെ വിശേഷ അവസരങ്ങളുടെ കീഴിലാണ് ജീവിക്കുന്നത്. അതെ ശ്രീമാൻ, അവർ അവനെ പെന്തക്കോസ്ത് പെരുന്നാൾ ഉപേക്ഷിച്ചു കളഞ്ഞു. അവിടെ വെച്ച് മാത്രമേ മെത്തോഡിസ്റ്റിനും ബാപ്റ്റിസ്റ്റിനും പ്രെസ്ബിറ്റേറിയനും പെന്തക്കോസ്തുകൾക്കും എപ്പോഴെങ്കിലും അവനെ കണ്ടുപിടിക്കണമെങ്കിൽ കഴിയുകയുള്ളൂ. എവിടെയാണോ നിങ്ങൾ വിട്ടുകളഞ്ഞത് അവിടേക്ക് തിരികെ പോകുക. സഭ ഇന്നത് ചോദിക്കുന്നു. കർത്താവിന് സന്തോഷം എവിടെ? കർത്താവിന് ശക്തി എവിടെ? ചരിത്രത്തിലുണ്ടായിരുന്ന ദൈവത്തിന് എന്ത് സംഭവിച്ചു? അവന്റെ ജനങ്ങൾ അവനെ അരങ്ങിലേക്ക് വിളിക്കാനായി അവൻ കാത്തിരിക്കുകയാണ്. എന്നാൽ നമുക്കത് വിഭാഗീയ സഭകളിലൂടെ ചെയ്യാൻ കഴിയില്ല. നമുക്കത് മനഃശാസ്ത്രത്തിലൂടെ ചെയ്യാൻ കഴിയില്ല. നമുക്കത് ഗണിതശാസ്ത്രത്തിലൂടെയോ വിദ്യാഭ്യാസത്താലോ ചെയ്യാൻ കഴിയില്ല. നാം തന്നെത്താൻ ഘടകങ്ങളായി വേർതിരിഞ്ഞിരിക്കുന്നു. നമ്മെ തന്നെ ഖണ്ഡങ്ങളാക്കിയിരിക്കുന്നു. നാം വേർതിരിഞ്ഞവരല്ല. നാം വാസ്തവമായും യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ ഒന്നാണ്. നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിരിക്കുകയും നമ്മുടെ വിഭാഗ സഭകൾക്ക് അതൊരിക്കലും ചെയ്യാനും കഴിയുകയില്ല. അവരെത്ര നല്ലവരായിരുന്നാലും അവർ അത് ചെയ്യുകയില്ല. നമ്മുടെ വിദ്യാഭ്യാസം, അതാണ് സുവിശേഷത്തിന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ തടസ്സം. നമുക്ക് എന്താണ് ആവശ്യം? വിദ്യാഭ്യാസമല്ല, ശക്തിയെ പ്രകടിപ്പിക്കുന്നതിനായി പണ്ടത്തെ സഭയിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ബോധ്യപ്പെടുത്തുന്നതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ലോകത്തെമ്പാടും പോയി അവരെ ഉപദേശിക്കൂ എന്നൊരു ഒരിക്കലും പറഞ്ഞിട്ടില്ല. ലോകത്തെമ്പാടും പോയി ചെയ്യൂ എന്നവൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞത് എന്താണ്? ലോകത്തെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കുക. സുവിശേഷം പ്രസംഗിക്കുക എന്നാൽ പുനരുത്ഥാനത്താൽ പരിശുദ്ധാത്മ ശക്തിയെ പ്രകടമാക്കുക എന്നാണ്. നാം എവിടെയാണോ ആയിരിക്കേണ്ടത് അതിൽ നിന്നും 1 ദശലക്ഷം മൈൽ പിന്നിലാണ്. നമുക്ക് മുന്നോട്ട് നീങ്ങാം. എവിടെ വെച്ചാണോ നാം അവനെ വിട്ടുകളഞ്ഞത് അവിടേക്ക് പെന്തക്കോസ്തിലേക്ക് തിരികെ പോകാം. യോഹന്നാൻ 15-ാം അധ്യായം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ യേശു പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അതെ, ഇപ്പോൾ ആദ്യമായി ആ മുന്തിരിവള്ളി ഒരു ശാഖയെ ഉളവാക്കിയെങ്കിലും ആ ശാഖയിൽ നിന്ന് അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയിരിക്കുന്നു എങ്കിൽ രണ്ടാമത്തെ ശാഖയും മറ്റൊരു അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമുണ്ടാക്കും. മൂന്നാമത്തെ ശാഖയും മറ്റൊരു അപ്പോസ്തല പ്രവൃത്തി പുസ്തകമുണ്ടാക്കും. ആ മുന്തിരിവള്ളിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ഓരോ ശാഖയും ആദ്യത്തെ ശാഖ ആയിരുന്നതുപോലെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഒട്ടിക്കാൻ കഴിയും. നമുക്കതറിയാം. ഒരു നാരകവർഗ ചെടിയിന്മേൽ 8 വ്യത്യസ്ത തരത്തിലുള്ള ഫലങ്ങളുമായി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഓറഞ്ച് മരത്തിന്മേൽ നാരങ്ങയും ചെറു മധുര നാരങ്ങയും മറ്റെല്ലാമായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം അതിൽ ഒട്ടിച്ചു പിടിപ്പിച്ചതാണ്. അതാണ് സംഭവിച്ചിരിക്കുന്ന കാര്യം. നാം നമ്മുടെ ആശയങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. നമ്മുടെ വിഭാഗീയ സഭയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. എന്നാൽ എപ്പോഴെങ്കിലും ആ മരം മറ്റൊരു മുന്തിരി മരത്തെ ഉളവാക്കുമെങ്കിൽ അത് അതിലേക്ക് കടന്നുപോയ വിധത്തിലുള്ള ആദ്യത്തെ വിധമുള്ളതിനെ ഉളവാക്കും. ഹല്ലേലൂയ. ഓ, സഭ ഒരുമിച്ച് ഇടകലരും. എന്നാൽ നമുക്ക് ആരംഭത്തിലെ ശക്തിയാണ് ആവശ്യമായിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശക്തിയായ പരിശുദ്ധാത്മാവാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതാണ് അവൻ നമ്മോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരു മുന്തിരിവള്ളി ഒരു തളിര് പുറപ്പെടുവിക്കുമെങ്കിൽ അത് കാണാൻ മനോഹരമായ നീല മുന്തിരിയെ ഉളവാക്കും. അതിൽ നിന്നും അടുത്തായി അത് ഉളവാക്കുന്നത് അതിന്മേൽ വളരെ മനോഹരമായ നീല മുന്തിരി പഴത്തോടുകൂടി തന്നെയായിരിക്കും. ആദ്യത്തെ മുന്തിരിവള്ളി പുറത്തു വന്നു. അവ പരിശുദ്ധാത്മാവിന്റെ സമ്മർദ്ദത്താൽ നിലത്ത് വീണു എങ്കിൽ അവ മഹത്തായ അതിശയങ്ങളെയും അടയാളങ്ങളെയും കാട്ടി അവരുടെ സാക്ഷ്യത്തെ ഒരു ലോകത്തിലേക്ക് മുദ്രയിട്ട് കാണിച്ചു. അവരിൽ അനേകരും അവരുടെ സ്വന്തം സാക്ഷ്യത്താൽ അവരുടെ രക്തം കൊണ്ട് അവരുടെ സാക്ഷ്യത്തെ മുദ്രയിട്ടു. സുവിശേഷത്തെ കൊണ്ടുവരാനായി അവർ എല്ലാ വിധത്തിലുള്ള അപകടത്തിലൂടെയും മറ്റും കടന്നുപോയി. അവർ കഷ്ടം അനുഭവിച്ചു. അവർ അടികൊണ്ടു. അവർ ശിക്ഷണമേറ്റു. മറ്റുള്ളവർ സമ്മാനം നേടാൻ മല്ലിട്ടുകൊണ്ട് രക്തപങ്കിലമായ കടലുകളിലൂടെ നീന്തുമ്പോൾ നമ്മെ വീട്ടിൽ നിന്നും സ്വർഗത്തിലേക്ക് പ്രയാസമില്ലാതെ പൂക്കളുടെ കിടക്കയിലൂടെ തീർത്തും എടുത്തുകൊണ്ട് പോകണമെന്നോ? അത് ചെയ്യപ്പെടാനായി നാം എന്താണ് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് ജയിക്കണമെങ്കിൽ ഞാൻ തികച്ചും പോരാടണം. എന്റെ ധൈര്യത്തെ കൂട്ടിത്തരണമേ കർത്താവേ.
തീർച്ചയായും നമുക്കൊന്ന് ആവശ്യമായിരിക്കുന്നു. നമുക്കൊരു പുതിയ വിഭാഗീയസഭയുടെ ആവശ്യമില്ല. നമുക്കൊരു പുതിയ പള്ളിയുടെ ആവശ്യമില്ല. എന്നാൽ പണ്ടത്തെ സമയത്തുള്ള തെളിക്കാത്ത വനം പ്രദേശം, നീലാകാശം, പാപത്തെ കൊല്ലുന്ന പെന്തക്കോസ്ത് ഉണർവ്, അത് പിന്നിലുണ്ടായിരുന്ന പെന്തക്കോസ്ത് നാളിൽ ജനിച്ച് തിരികെ വീണ്ടും സഭയിലേക്ക് വരേണ്ടതുണ്ട്. യേശുവിനെ അരങ്ങിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. വീണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഒരു നിർണായക ഘട്ടം എത്തുമ്പോൾ ചരിത്രത്തിലെ ദൈവം എല്ലായ്പ്പോഴും അരങ്ങിൽ വരാറുണ്ട്. നമുക്കത് ആവശ്യമായിരിക്കുന്നു. അതാണ് നമ്മുടെ സഭകളുടെ ഇന്നത്തെ കാര്യം. നാം വളരെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നാം ലോകത്തിന്റെ അലങ്കാരങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. കുറേശ്ശെ വർഷം കഴിഞ്ഞു പോകും തോറും അത് കുറേശ്ശായി മരിക്കുകയും ഉണങ്ങി ദൂരമാകുകയും ചെയ്യുന്നു. ഇത് വളരെ വേഗത്തിൽ കൂമ്പൊട്ടൽ സമയത്തിലേക്ക് വരുന്നതാണ്. ഞാൻ ഈ പുൽപ്പിൽ നിൽക്കത്ര വാസ്തവമാണോ, അതുപോലെ തന്നെ ദൈവം അതിനെ തിരികെ മുറിച്ചെടുക്കും. അവളിൽ ഫലം കായ്ക്കേണ്ടതിനായി ദൈവം അവളെ മുറിച്ചു തിരിച്ചെടുക്കും. അത്തരത്തിലെ ഒരു അപമാനം മതത്തിന്റെ കീഴിൽ സഭ ചുമന്നുകൊണ്ടിരിക്കുന്ന ആ വഴിയെ ഈ വരും ദിവസങ്ങളിൽ അതിൽ നിന്നും അവൻ ലോകത്തിന്റെ പ്രവൃത്തികളെ മുറിച്ചു മാറ്റും. യേശു പോയി കഴിഞ്ഞപ്പോൾ മരണം കടന്നു വന്നു എന്ന് നാം കാണുന്നു. യേശു നമ്മുടെ സഭയെ വിട്ടു കഴിയുമ്പോൾ, പരിശുദ്ധാത്മശക്തി നമ്മുടെ സഭയെ വിട്ടു പോകുമ്പോൾ അത് ക്രമേണ ചെറുതായി തീരുകയും പിന്നെ മരിച്ചു പോവുകയും ചെയ്യുന്നു. അല്പം കഴിയുമ്പോൾ അതിൽ പിന്നെ ഒന്നും കൂടുതലായി കാണുന്നില്ല. അപ്പോൾ യേശു പോയി കഴിയുമ്പോൾ മരണം കടന്നു വന്നു. ഓ, അത് എത്ര ദയനീയമായ ഒരു സമയമായിരുന്നു. ശ്രദ്ധിക്കൂ, അവൻ ചുറ്റിനുമായി തിരിഞ്ഞു നടന്നു. അവർ യേശുവിന് വേണ്ടി ആളയച്ചു, എന്നാൽ അവൻ വന്നില്ല. അവർ അവനായി വീണ്ടും ആളയച്ചു, അപ്പോഴും അവൻ വന്നില്ല. എന്നാൽ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ ഇന്ന് രാത്രിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൻ അറിയുന്നു. അത് അവനിൽ നിന്നും നഷ്ടമായി പോയിട്ടില്ല. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവന് കൃത്യമായും അറിയാം. ഞാൻ ഈ പ്രസംഗപീഠത്തിൽ നിൽക്കുന്നത് വാസ്തവമായിരിക്കുന്നത് പോലെ തന്നെ അവൻ ജനങ്ങളെ ഉയർത്താൻ പോകുകയാണ്. ജാതികളുടെ തലമുറയിൽ നിന്നും തന്റെ നാമത്തിനായി അവൻ ജനങ്ങളെ ഉയർപ്പിക്കും. അവനത് ചെയ്യും. ജാതികൾ സമയം അവസാനിച്ചു കൊണ്ടിരിക്കുകയും യഹൂദന്മാരുടെ കാലം കയ്യെത്തും ദൂരത്ത് വന്നെത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അവർ ക്രിസ്തുവിനെ നിരസിച്ചിരിക്കുന്നു. അവർ അവരുടെ അടയാളം നിരസിച്ചിരിക്കുന്നു. ദൈവീകം എന്ന് വിളിക്കുന്ന സകലത്തെയും അവർ നിരസിക്കുകയും അതിനെ അവർ എന്തോ വിധത്തിലെ പിശാചിന്റെ ശക്തിയെന്നോ പരഹൃദയ ജ്ഞാനം എന്നതിലും ഉൾപ്പെടുത്തിയും അവർ പരിശുദ്ധാത്മ ദുഷിക്കുകയും അവരെ തന്നെ സ്വയം ദൈവത്തിന് ദൂരമായി മുദ്രയിടുകയും ചെയ്യുന്നു. അല്പകാലത്തിന് ശേഷം ദൈവം ആ എണ്ണത്തിൽ കുറച്ചുള്ളതിനെടുക്കും. അതിനെടുത്ത് ഒരു ശക്തിവത്തായ സഭയായി ഉയർത്തും. അതിനുശേഷം ആത്മാവിനെ യഹൂദിലേക്ക് തിരിക്കുകയും ജാതീയ സഭയെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോവുകയും ചെയ്യും. കൃത്യമായും ശരിയാണ്. അവളെ ഇപ്പോൾ ഉണ്ടാക്കുന്ന പ്രക്രിയയിലാണ്. ഓ, എങ്ങനെയാണ്! നാം ഏകദേശം അവസാന സമയത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യേശു അവൻ അറിഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. എന്താ, അവൻ അല്പം വിശ്രമിക്കുന്നു എന്നാണ് ശിഷ്യന്മാർ വിചാരിച്ചത്. അവൻ പറഞ്ഞു, അതെ, അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരും. അതേ, അവൻ പറഞ്ഞു. അവരുടെ വാക്കുകളിൽ അവർ അത് മനസ്സിലാക്കേണ്ടതിനായി പറഞ്ഞു, അവൻ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് സന്തോഷിക്കുന്നു. കാണുന്നോ, ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവർ അവനെ സൗഖ്യമാക്കാനായി ചോദിച്ചുകൊണ്ടേയിരുന്നു. അവനത് ചെയ്യാൻ കഴിയില്ലെന്ന് അവൻ അറിഞ്ഞിരുന്നു. കാരണം ആ ദർശനം അപ്പോഴും ആ 4 നാളുകൾക്ക് ശേഷമാണ്. ആ സമയത്തെക്കുറിച്ചാണ് പിതാവ് പറഞ്ഞതെന്ന് അവന് മനസ്സിലായി. എത്ര മനോഹരമായിരിക്കുന്നു! അവൻ കല്ലറയിൽ വെച്ച് പറഞ്ഞു, പിതാവേ, ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എന്റെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം അറിയേണ്ടതിന്. കാണുന്നോ, അവനത് ചെയ്യാൻ പോവുകയായിരുന്നു എന്നവൻ മുന്നമേ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. ഇപ്പോൾ ആ ചെറിയ വീട് വാസ്തവമായി തകർന്നിരിക്കും എന്ന് ഞാൻ ഊഹിക്കുന്നു. ആഹാരത്തിന് വക ഉണ്ടാക്കുന്നവൻ പോയി കഴിഞ്ഞിരിക്കുന്നു. വിഷാദം, ഓ, നിങ്ങൾക്കൊരു വിഷാദമായ ഭവനമോ വിഷാദമായ ഹൃദയത്തെ കിട്ടുകയും യേശു പൊടുന്നനെ കാഴ്ചയിൽ വരികയും ചെയ്യുന്നുവെങ്കിൽ അതത്ര അതിശയമായിരിക്കും. അതങ്ങനെയല്ലേ? മാർത്ത അവളുടെ മുഖത്തുകൂടെ ഒരു ചെറിയ കറുത്ത മുഖം മൂടിയിട്ടിരിക്കുന്ന മനോഹരിയായ സ്ത്രീയെയും മേരിയെയും അവർ രണ്ടാളും അന്യോന്യം കൈപിടിച്ചുകൊണ്ട് പറയുന്നത് കാണും പോലെ തന്നെ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നു. നാം ഇനി എന്തു ചെയ്യും? പപ്പായും അമ്മായും പോയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വിലപ്പെട്ട സഹോദരനും നാം നമ്മുടെ സഭയെ ഉപേക്ഷിച്ചിരിക്കുന്നു. അവർ നമ്മെ പള്ളി പ്രശാക്കുകയും നസ്രയനായ യേശുവിനെ അനുഗമിക്കാനായി പുറത്തു വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴോ അവൻ നമ്മെ വലിച്ചു ദൂരെ കളഞ്ഞ് എവിടേക്കോ പോയിരിക്കുന്നു. ഒരു വിമർശകൻ കടന്നു വന്നിങ്ങനെ പറയുന്നതിന് കേൾക്കാൻ കഴിയുന്നു, ഏയ്, ഗലീലെ പ്രവാചകൻ, ദിവ്യ രോഗസൗഖ്യക്കാരൻ എവിടെയാ? അവനിപ്പോൾ എവിടെയാണ്? നോക്കൂ, അവൻ പോയി കഴിയുമ്പോഴാണ് അവന് വാസ്തവമായും എന്തെങ്കിലും ചെയ്യേണ്ടതായ സമയം വന്നെത്തുക. അതവിടെയാകുന്നു. നോക്കൂ, ജനങ്ങളെ അത് ചെയ്യാൻ അനുവദിക്കുന്നു. അവർ എന്താണെന്ന് ജനങ്ങളെ കാണിക്കാനായി. അതെ, അവർ വാസ്തവമായും എന്താണെന്ന് അവരെ കാണിക്കാനായി. അങ്ങനെ തന്നെ ചെയ്യാനായി ദൈവം അത് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു. അവൻ അവർക്ക് ഒരു അനുഗ്രഹം കൊടുക്കുന്നു. അവൻ കാഴ്ചയിൽ വരുന്നു. അവനെ സ്വയം കാട്ടുന്നു. ജനങ്ങൾക്ക് സ്വയം അവനെ പരിചയപ്പെടുത്തുന്നു. അവർ അതിനെക്കുറിച്ച് എന്തു ചെയ്യുമെന്നും അവർ അതിനോട് ഏത് വിധമാണ് പ്രതികരിക്കുക എന്നും നോക്കുന്നു.
ഇപ്പോൾ നാം കാണുന്നത് പാപം പിടിച്ച ലാസർ മരിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം, അഥവാ കുറച്ച് ദിവസങ്ങൾ, 4 നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. അവരവനെ അടക്കം ചെയ്തിരുന്നു. 2-ാം നാൾ, 3-ാം നാൾ, 4-ാം നാൾ, 3 ദിവസം കഴിയുമ്പോൾ ചീഞ്ഞളിയാൻ തുടങ്ങുമെന്ന് എല്ലാവർക്കും അറിയാം. ആദ്യമായി മൂക്ക് മുഖത്തേക്ക് വീഴുന്നു. ചീഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ചർമ്മത്തിലെ പുഴുക്കൾ ശരീരത്തെ തിന്നാൻ തുടങ്ങുന്നു. അവർ അവനെ നിലത്ത് കിടത്തിയ ശേഷം അവരവനെ നിലത്ത് കിടത്തിയിരുന്ന കല്ലറയുടെ മുകളിൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിരുന്നു. ഇടവിട്ട് ആ ചെറുപ്പക്കാരി പെൺകുട്ടികൾ അവിടെ കല്ലറയുടെ അടുക്കൽ പോയി മുട്ടുകുത്തി കരയുമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ വാർത്ത ചുറ്റിനും പരക്കാൻ തുടങ്ങി. യേശു വന്നിരിക്കുന്നു, അവൻ പട്ടണത്തിലേക്ക് വരുന്നതായി ഞങ്ങൾ കണ്ടു. ഓ, ആ ചെറിയ മാർത്ത, കാഴ്ചയ്ക്ക് അതങ്ങനെയായിരുന്നിട്ട്, അതിനെക്കുറിച്ച് അത്രയേറെ ആലസ്യമായിരുന്നിട്ട്, അവളെ എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നവൾ തെളിയിച്ചു കാണിച്ചു. ഇതാ അവൾ വരുന്നു. അപ്പോൾ അവൾ അവളുടെ വഴിയിലൂടെ അന്വേഷിച്ചുകൊണ്ട് ഓടി വരികയാണ്. പോകുന്ന വഴിയിൽ നിന്നുകൊണ്ട് ചിലർ ഇങ്ങനെ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നു: കൊള്ളാം, നിന്റെ മതം തെറ്റായിരുന്നു എന്നതിൽ നീ തൃപ്തി അടഞ്ഞിരിക്കും എന്ന് ഞാൻ നിരൂപിക്കുന്നു. അവൾ അവരെ അങ്ങനെ നിരാകരിച്ചുകൊണ്ട് വിമർശകരുടെ പറച്ചുകളൊന്നും തന്നെ ശ്രദ്ധിക്കാതെ അവരടുത്തുകൂടെ തന്നെ മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. അവൾ അവനെ കാണുവോളം താഴേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. ചിലപ്പോൾ പട്ടണത്തിന്റെ മൂലയ്ക്കായി ഇരുന്നു എന്ന് വരാം. ഇപ്പോൾ അത് കാഴ്ചയിൽ അവൾ തികച്ചും അവൾക്ക് അവനെ കുറ്റപ്പെടുത്താനുള്ള ഒരു അവകാശമുണ്ടായിരുന്നു. അവനോട് മോശമായി സംസാരിക്കാമായിരുന്നു. അവൾ ഓടി ചെന്നിട്ട് ഇങ്ങനെ പറയാം: ഇവിടെ നോക്കിക്കേ, നീ ഇവിടേക്ക് നോക്ക്, നീ ദൈവത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യനായി, പ്രവാചകനായിരിക്കേണ്ട ആളാണ്. ഞങ്ങൾ നിന്നെ വിളിച്ചപ്പോൾ നീ വരാത്തതെന്താണ്? ഇപ്പോൾ ഞങ്ങൾ പട്ടണം മുഴുവനും പരിഹാസപാത്രങ്ങളായി മാറിയിരിക്കുന്നു. നിന്നെ അനുഗമിക്കാനായി ഞങ്ങൾ പള്ളിവിട്ടിറങ്ങി വന്നു. അവൾക്കൊരു അവകാശമുള്ളതുപോലെ കാണപ്പെടുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, കുഞ്ഞാടും പ്രാവും എന്നതിനുമേൽ ഞാൻ പ്രസംഗിച്ചതുപോലെ നാം കുഞ്ഞാടാണ് എങ്കിൽ അവനുള്ള സകല അവകാശവും അവൻ വേണ്ടെന്ന് വെക്കുന്നു. അത് കൃത്യമായും ശരിയാണ്. അവന് മൃദുലമായ രോമല്ലാതെ മറ്റൊന്നുമില്ല. അതിനാൽ അവൻ അതിനെ വേണ്ടെന്ന് വെക്കുന്നു. ദൈവത്തെ സേവിക്കാനായി നിങ്ങളുടെ എല്ലാ അവകാശത്തെയും നിങ്ങൾ അടിയറ വയ്ക്കുന്നു. അത് കൃത്യമായും ശരിയാണ്. ഞാനൊരു സ്ത്രീയെ പിൻപറ്റിയിട്ട് ഈ ചെറിയ പഴഞ്ചൻ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു: കൊള്ളാം, ഞങ്ങൾ അമേരിക്കക്കാരാണ്, ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ധരിക്കാം. ഞാൻ പറഞ്ഞു: അത് കൃത്യമായും ശരിയാണ്. എന്നാൽ നിങ്ങളൊരു കുഞ്ഞാടാണ് എങ്കിൽ നിങ്ങളുടെ അവകാശങ്ങളെ നിങ്ങൾ അടിയറവ് ചെയ്യും. സിഗരറ്റ് വലിക്കുകയും അങ്ങനെയുള്ള മറ്റോ തുടർന്നുകൊണ്ടിരിക്കുക എന്നത് ഒരു സ്ത്രീ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും മോശകരമായ കാര്യമാണ്. അത് കൃത്യമായും ശരി തന്നെ. വളരെ നാളുകളായില്ല, ഒരു മകൾ എന്നോട് സംസാരിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു: ബ്രദർ ബ്രഹാം, അവർ മറ്റു യാതൊരു വിധത്തിലെയും വസ്ത്രങ്ങളെ ഉണ്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞു: എന്നാൽ അവർ ഇപ്പോഴും തയ്യൽ മെഷീനും മറ്റു സാമഗ്രികളും വിൽക്കുന്നുണ്ട്. അവിടെ അതിൽ ഒന്നിനും യാതൊരു ഒഴികഴികളുമില്ല. അത് കൃത്യമായും ശരി തന്നെ. ഓർക്കൂ, ഒരു നാൾ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഭർത്താവിന് നിർമ്മലയായിരിക്കാം, എന്നാൽ നിങ്ങൾ അതുമൂലം വ്യഭിചാരം ചെയ്യുന്നു. തീർച്ചയായും ഉത്തരം പറയേണ്ടി വരും. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്യുന്നു. ഇന്നത്തെ പെന്തക്കോസ്ത് സ്ത്രീകൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എന്നെ അതാണ് ആശ്ചര്യപ്പെടുന്നത്. ആ പഴയ ഊതിക്കഴിച്ച വഴി നിന്നും നിങ്ങൾ പുറത്തു വന്നത് എങ്ങനെ? നിങ്ങളുടെ അമ്മമാർ എങ്ങനെയാണ് നീളമുള്ള മുടി ധരിച്ചിരുന്നത്? ഇന്നുള്ള പെന്തക്കോസ്ത് സ്ത്രീകളോ മാർദി ഗ്രാസിന്റെ ഒരു കൂട്ടരെ പോലെ ചായം പൂശുകയും അവരുടെ മുടി മുറിക്കുകയും നീളം കുറഞ്ഞ ചെറിയ വസ്ത്രങ്ങളെ ധരിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവർ നടക്കുന്നത് പോലെ ഉച്ച കഴിയുന്ന നേരത്തെ പുരുഷന്മാർ കടന്നു പോകുന്ന വഴിയിൽ പുറത്തേക്ക് അങ്കണത്തിലേക്ക് വന്ന് പുല്ല് വെട്ടുന്ന സ്ത്രീയെ, ആ മനുഷ്യരുമായി നീ വ്യഭിചാരം ചെയ്യുന്നതിന് നിനക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന് തിരിച്ചറിയുന്നു. ആ ഉദ്ദേശത്തിനായിട്ടാണ് നീ അവരുടെ മുന്നിൽ നിന്നെ പ്രദർശിപ്പിക്കുന്നത്. അത് ജനങ്ങളിലും സഭയിലുമുള്ള ഒരു ദുഷ്ടാത്മാവാണ്. അവർ അതറിയുന്നില്ല. അന്ധരും അത് അറിയാതെയും ഇരിക്കുന്നു. അത് സത്യമാകുന്നു. ഒരു സുവിശേഷകനായി എനിക്കിത് പറയാനുള്ള യാതൊരു അവകാശവുമില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം. അതെ, ഞാൻ പരിശുദ്ധാത്മാവിന്റെ നായകത്വത്തെയാണ് അനുഗമിക്കുന്നത്. അത് മാത്രമാണ് എനിക്ക് പറയാനാകുന്നത്. ഞാൻ നിങ്ങളെ ന്യായവിസ്താരത്തിൽ കണ്ടുമുട്ടുമെങ്കിൽ അപ്പോൾ നിങ്ങളുടെ രക്തം എന്റെ കൈകളിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാത്താനെ പോലെ കാണപ്പെടുന്ന സകലവിധ ചെറിയ അരങ്ങളിൽ നിന്നും ദൂരമായിരിക്കുക. അതിൽ നിന്നും ദൂരമായിക്കൊള്ളുക. അതിൽ നിന്നും മനസ്സിലാക്കുക എത്രമാത്രം ടെലിവിഷനിലെ താരങ്ങൾ ഒരു ടെലിവിഷനിലെ താരമാകാനല്ല നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ ഒരു പുത്രിയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ ഒരു പാസ്റ്റർ സഭയിൽ പ്രസംഗിക്കുന്ന നേരം ഒരു പ്രായമുള്ള അടിമയെ വിൽക്കുമ്പോൾ അവർ അടിമകളെ വിൽക്കുന്ന സമയത്തുള്ളതാണിത്. അവർ കടന്നു വരികയും അവരെ വിലപേശൽ നടത്തി വാങ്ങുകയും ചെയ്യുമായിരുന്നു. ആ ജനങ്ങൾ അവർ കരയുകയും നിലവിളിക്കുകയും ചെയ്യും. എന്നാൽ അതവരുടെ സ്വദേശമായിരിക്കുകയും അവർക്കൊരിക്കലും തിരികെ വരാൻ കഴിഞ്ഞിരുന്നതുമില്ല. അവർ അവരെ അടിക്കുമായിരുന്നു. നിങ്ങൾ ഒരു മോട്ടോർ വാഹനം എന്തിനാലെങ്കിലും വില കൊടുത്ത് വാങ്ങും പോലെ അവർ അവരെ വാങ്ങുകയും അവർക്ക് മനുഷ്യരെ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുമായിരുന്നു. ഒരു നാൾ ഒരു വാങ്ങുന്നയാൾ കടന്നു വന്നു. സ്പഷ്ടമായി പറഞ്ഞാൽ ഒരു ഇടനിലക്കാരൻ വന്നു. ഒരു വലിയ തോട്ടപ്പണിയെടുക്കുന്നിടത്തേക്ക് വന്നു. അവൻ ചോദിച്ചു, വിൽക്കാനായി നിന്റെ പക്കൽ എത്ര അടിമകളുണ്ട്? അയാൾ പറഞ്ഞു, കൊള്ളാം,
വെച്ചു മാറ്റാനായി എന്റെ പക്കൽ കുറച്ചുണ്ട്. അവരവരെ അധികമാക്കാൻ ശ്രമിക്കും. അവരിലെ അമ്മമാരെയും പിതാക്കന്മാരെയും. അവന്റെ പക്കലുള്ള ഒരു സ്ത്രീക്ക് ഒരു ചെറിയ ബലക്ഷയമുള്ള സ്ത്രീ ആയിരിക്കാം. ഈ ആരോഗ്യമുള്ള പുരുഷന്മാർ ഒരാളെടുത്ത് കുതിരകളിലും മൃഗങ്ങളിലും ചെയ്യുന്നത് പോലെ സങ്കരം നടത്തുന്നു. ഒരിക്കലും ശരിയല്ല. ദൈവം മനുഷ്യരെ ഉണ്ടാക്കി, മനുഷ്യൻ അടിമകളെ ഉണ്ടാക്കി. അത് ആരംഭത്തിൽ നിന്നേ ഒരിക്കലും ശരിയായതല്ല. ഒരു മനുഷ്യനും അടിമയായിരിക്കണം എന്ന് ദൈവം ഉദ്ദേശിച്ചിരുന്നില്ല. ഇല്ല ശ്രീമാൻ, ഇല്ല. എന്താണ് സംഭവിച്ചത് ശ്രദ്ധിക്കൂ. അപ്പോൾ അതിന്റെ എല്ലാറ്റിനെയും മധ്യയും ഈ വ്യക്തി ചോദിച്ചു, അതെ, ഞാൻ അവരിൽ ചിലരെ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെ അവൻ ശ്രദ്ധിച്ചിരുന്നു. അവനെ അവർ കടിക്കേണ്ടിയിരുന്നില്ല. അവന്റെ നെഞ്ച് മുന്നോട്ട് ഉന്തിപ്പിടിച്ച് തല ഉയർത്തി ശരിക്കും ഒരു നല്ല മനുഷ്യനെ പോലെ ചുറ്റി നടന്നിരുന്നു. അപ്പോൾ ആ ഇടനിലക്കാരൻ പറഞ്ഞു, ഞാൻ അവനെ വിലയ്ക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അവൻ പറഞ്ഞു, അവൻ വിൽപ്പനയ്ക്കുള്ളതല്ല. അവൻ ചോദിച്ചു, കൊള്ളാം, എന്താണ്? ചോദിച്ചു, അവൻ മേലധികാരിയാണോ? അവൻ പറഞ്ഞു, അല്ല, അവനും ഒരടിമയാണ്. അതെയോ? പറഞ്ഞു, എന്താ? മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ല ആഹാരം നീ അവന് കൊടുക്കാറുണ്ടോ? അവൻ പറഞ്ഞു, ഇല്ല. അവൻ മറ്റുള്ളവർ ഭക്ഷിക്കാനുള്ള അതേ പാചകപ്പുരയിൽ തന്നെ അവനും തിന്നുന്നു. അവൻ ഒരടിമയാണ്. ചോദിച്ചു, മറ്റുള്ള എല്ലാവരിൽ നിന്നും നീ അവനെ അത്രമാത്രം വ്യത്യസ്തനാക്കുന്നതിന്റെ കാര്യം എന്താണ്? അപ്പോൾ ആ യജമാനൻ പറഞ്ഞു, ഞാനും സ്വയം വളരെയേറെ നാളുകൾ ആശ്ചര്യപ്പെട്ടിരുന്നു. എന്നാൽ ഒരു നാൾ ഞാനത് കണ്ടുപിടിച്ചു. അവന്റെ ജന്മനാട്ടിൽ അവന്റെ അപ്പൻ ആ വർഗക്കാരുടെ രാജാവാണ്. അവന്റെ വീട്ടിൽ നിന്നും അവൻ പരദേശിയായിരുന്നിട്ടും അവനൊരു രാജാവിന്റെ മകനാണെന്നും അവരിൽ ഒരുവനെ പോലെ സ്വയം പെരുമാറണമെന്നും അവൻ ഇപ്പോഴും അറിയുന്നു. അതങ്ങനെയെങ്കിൽ ഒരു ആഫ്രിക്ക ദേശക്കാരൻ തന്റെ പിതാവ് ഒരു രാജാവാണെന്നും ഒരു അപരിചിതമായ അന്യദേശത്തായിരിക്കുമ്പോഴും അവന്റെ പിതാവ് കടലിന്റെ മറുഭാഗത്തായി ഒരു രാജാവാകുന്നു അറിയുന്നു എങ്കിൽ, പുരുഷന്മാരും സ്ത്രീകളുമായിരിക്കുന്ന നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണെന്ന് അറിയുമ്പോൾ സ്വയം എങ്ങനെയാണ് പെരുമാറേണ്ടത്? അതുപോലെ പെരുമാറുക. തീർച്ചയായും നിങ്ങൾ സ്വയം പെരുമാറുക. ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരെയും പോലെ പെരുമാറാനായി നിങ്ങളതിനെ ശുദ്ധീകരിക്കുക. എന്തൊരവസ്ഥ! യാതൊരു അത്ഭുതവുമില്ല. ഇവിടെയാകുന്നു നാം. ഓഹോ, കുഞ്ഞു മാർത്ത ഓടിക്കിതച്ചു വന്നു. അവന് വിരോധമായി അവൾക്കെന്തോ പറയാനുണ്ടായിരുന്നത് പോലെ അവളെ കണ്ടിരുന്നു. എന്റെ സഹോദരത്തിലേക്ക് നീ വരാത്തെന്താണ്? ഞങ്ങൾ നിനക്കായി എന്താണ് ചെയ്തത്? നോക്കൂ, നീ ഞങ്ങളെ തരം താഴ്ത്തി കളഞ്ഞല്ലോ. കൊള്ളാം. അവൾ അങ്ങനെ അത് പറഞ്ഞിരുന്നു എങ്കിൽ ആ കഥ അത് എപ്രകാരമാണ് അവസാനിച്ചത്? അപ്രകാരമാകില്ലായിരുന്നു. ഇല്ല ശ്രീമാൻ, അത് നിങ്ങൾ ദൈവത്തിന്റെ ദിവ്യ ദാനത്തിലേക്ക് സമീപിക്കുന്ന വിധമാണ്. ദൈവം ഒരു ദാനത്തെ അയച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ ശരിയായി സമീപിക്കണം. അതിൽ നിന്നും നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ ശരിയായി സമീപിക്കേണ്ടതുണ്ട്. മാർത്ത അതറിഞ്ഞിരുന്നു. ഒരുപക്ഷെ അവൾ ശൂനേംകാരിയും അവളുടെ കുഞ്ഞിനെയും കുറിച്ച് വായിച്ചിട്ടുണ്ടാകാം. അവൾ ദൈവം ഏലിയാവിൽ ഉണ്ടായിരുന്നു എന്ന് ആ ശൂനേംകാരി സ്ത്രീ അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ യേശുവിൽ എത്ര അധികം ഉണ്ടായിരിക്കും? തീർച്ചയായും. അതിനാൽ അവൾ ഒരു ശരിയായ സമീപനമായി കടന്നു ചെന്നു. അവൾ ഓടിച്ചെന്നവന്റെ കാൽക്കൽ വീണു. ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു. അവന്റെ കാൽക്കൽ വീണോട് പറഞ്ഞു, കർത്താവേ, അതാണ് അവന്റെ ശരിക്കുമുള്ള പദവി. അതായിരുന്നു അവൻ. അവൻ അവളുടെ കർത്താവായിരുന്നു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവൻ ആ മനോഹരി സ്ത്രീയെ നോക്കുമ്പോൾ അവളുടെ കവിളുകളിലൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന്റെ മഹത്തായ ആ ഹൃദയം എങ്ങനെയായിരുന്നു എന്നെനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞെങ്കിൽ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവൾ എന്താണ് പറഞ്ഞു ശ്രദ്ധിക്കൂ. ഇപ്പോഴും കർത്താവേ, അവൻ മരിച്ചെന്നൊരിക്കലും അവന്റെ ത്വക്കിലെ പുഴുക്കൾ അവന്റെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നു എങ്കിലും ഇപ്പോഴും കർത്താവേ, നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും. അതാണ് മർമ്മം. നിങ്ങളിങ്ങനെ പറഞ്ഞേക്കാം, ഞാൻ സകല ആശുപത്രികളിലും വലയിട്ടരിച്ചു, ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും കർത്താവേ, എനിക്ക് സന്ധിവാദത്താൽ തീർത്തും നടക്കാൻ കഴിയാതിരിക്കുന്നു. എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ ഇപ്പോഴും കർത്താവേ, കഴിഞ്ഞ രാത്രിയിൽ ആ കുഞ്ഞിന്റെ തലയോട്ടിയിൽ വെള്ളം കെട്ടിക്കെട്ട് ചുറ്റിലുമായി അത്രയും വലിപ്പത്തിലുള്ളതായിരുന്നു. നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അത് വശങ്ങളിലേക്ക് വ്യാപരിച്ചിട്ട് ആ ചെറിയ തലയെ പൊട്ടിക്കുകയും മരിച്ചു പോകുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോഴും കർത്താവേ, അവനിന്നും അതേ ദൈവം തന്നെ, അവനെന്നും അതേ കർത്താവ് തന്നെ. ഇപ്പോഴും കർത്താവേ, അവൻ സർവശക്തനായ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നാം അവകാശവാദം ചെയ്യുന്ന കാര്യങ്ങൾക്കായി അവൻ നമുക്ക് വേണ്ടി എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നോ അതിന്മേൽ മധ്യസ്ഥത നടത്തുന്നു. ഇപ്പോൾ ഞാൻ ഭക്തിപരവശനായി തീർന്നതുപോലെ വാസ്തവമായും എനിക്ക് അനുഭവപ്പെടുന്നു. തീർച്ചയായും അനുഭവപ്പെടുന്നു. എങ്ങനെയൊക്കെയായാലും നിങ്ങൾ എന്നെ ഒരു വിശുദ്ധ ഉരുളുകാരൻ എന്ന് വിളിക്കാൻ പോകുന്നു. ഒരുപക്ഷെ നിങ്ങൾ ആരംഭിച്ചപ്പോൾ നന്നായിരിക്കുകയും അതുമായി കടന്നു പോകാനും പോകുന്നു. അതിനാൽ അതേ ശ്രീമാൻ, ഇപ്പോഴും കർത്താവേ, നീ ദൈവത്തോട് എന്തു ചോദിച്ചാലും
ദൈവം അത് നിനക്ക് തരും. എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് തരും. യേശു അങ്ങനെ പറഞ്ഞു. ഇപ്പോഴും കർത്താവേ, ദൈവത്തോട് നീ എന്ത് ചോദിച്ചാലും ദൈവം അത് നിനക്ക് തരും. ഓ, അതവന്റെ മഹത്തായ ഹൃദയത്തിൽ തുളച്ചു കയറി കാണും. അവൻ പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അവൾ പറഞ്ഞു, അതേ കർത്താവേ, അവൻ ഉയർത്തെഴുന്നേൽക്കും. അവനൊരു നല്ല പയ്യനായിരുന്നു. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. ആ യഹൂദർ അവസാന നാളിലെ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നു. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. അവൻ ശ്രദ്ധിക്കൂ, അവൻ സ്വയം തന്നിലേക്ക് തന്നെ ഒരുമിച്ച് വലിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു. ഓ എന്റെ, അങ്ങനെ അതിനു മുമ്പ് ഒരിക്കലും ഒരു മനുഷ്യനും പറഞ്ഞിരുന്നില്ല. അതിനുശേഷവും ഒരുവനും അത് പറയാൻ കഴിയില്ല. അത് പറയാൻ കഴിയുന്നവൻ അവൻ മാത്രമാകുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. നീ ഇത് വിശ്വസിക്കുന്നോ? അവൾ പറഞ്ഞു, ഓ കർത്താവേ, എന്തോ ചിലത് സംഭവിക്കാൻ പോകുന്നു എന്നവൾ അറിഞ്ഞിരുന്നു. അങ്ങനെ ആകേണ്ടതുണ്ട്. ഒരു സത്യസന്ധമായ ഹൃദയത്തിൽ നിന്നും വിശ്വാസം ദൈവത്തെ സന്ധിക്കുമ്പോൾ അങ്ങനെ ആ ചക്രപ്പല്ലുകളെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് വരേണ്ടതുണ്ട്. എന്തോ ചിലത് സംഭവിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം ആ വിധത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ട് വരട്ടെ. അല്പനിമിഷങ്ങൾക്ക് തന്നെ നമുക്ക് മറ്റൊരു ബന്ധക്കോസ് ഉണ്ടാകും. യേശു ക്രിസ്തു നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ശ്രോതാക്കളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു ഉണർവ് ഈ പട്ടണത്തിൽ പൊട്ടിപ്പുറപ്പെട്ടാൽ അവരെ ശാന്തമാക്കുവാൻ തക്കവണ്ണ പോലീസുകാർ ഈ രാജ്യത്തുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ശരിയാണ്. അതൊരു വാസ്തവമായ ഉണർവായിരിക്കും. ഇപ്പോഴും കർത്താവെ, അതേ കർത്താവായി, ഞങ്ങൾ ചെയ്തു പോയ ഈ ഒരു കാര്യത്തിന്മേൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഇത് ചെയ്തു പോയി, അത് ചെയ്തു പോയി, നിങ്ങൾ എന്തെല്ലാം ചെയ്തു പോയി എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഇപ്പോഴും കർത്താവെ, അവനെ നിങ്ങൾ വിളിക്കാനായി അവൻ കാത്തിരിക്കുന്നു. അവൻ ഇത് നീ വിശ്വസിക്കുന്നു? തീർച്ചയായും അതെ ശ്രീമാൻ. ഇപ്പോഴും നിങ്ങൾ അവനോട് എന്ത് ചോദിച്ചാലും നിങ്ങൾ അവനെ എവിടെയാണ് വെച്ചത്? ഇപ്പോൾ അവൻ കല്ലറയിലേക്ക് പോവുകയാണ്. അവൻ കലയാൻ തക്കവണ്ണം ഒരു മനുഷ്യനും മരിച്ചവനെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവവുമായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇവിടെ ഒരു പ്രത്യേക കൂട്ടം ജനങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീ, അതിനെ വിഭാഗീയ സഭയായി എടുക്കുന്ന സ്വഭാവം എനിക്കില്ല. എന്നാൽ ഈ സ്ത്രീ യേശു പരമോന്നതനാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അവൻ വെറും ഒരു പ്രവാചകൻ മാത്രമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ അവനായിരുന്നു വെറും ഒരു പ്രവാചകൻ മാത്രമായിരുന്നു എങ്കിൽ നാം എല്ലാവരും പാപത്തിലാണ്. അവൻ ഒന്നുകിൽ ദൈവമോ ദൈവത്തിൽ കുറഞ്ഞ യാതൊന്നുമോ അല്ലായിരുന്നു. അതല്ല എങ്കിൽ ലോകത്തിൽ ഉണ്ടായിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ചതിയൻ. അതാണ് ശരി. അവൻ ഒരു മനുഷ്യനിലും മേലായിരുന്നു. അവൾ പറഞ്ഞു, അവൻ പരമോന്നതനായിരുന്നില്ല. അങ്ങനെയുള്ളത് യേശുവിനെ ഒരു പ്രവാചകനാക്കാൻ ശ്രമിക്കുന്ന വളരെയധികം ഇന്നത്തെ സുവിശേഷ സൊസൈറ്റികളുണ്ട്. അവൻ പ്രവാചകന്മാരുടെ ദൈവമായിരുന്നു. തീർച്ചയായും അവനായിരുന്നു. അവൾ പറഞ്ഞു, താങ്കളുടെ സ്വന്തം ബൈബിളിനാൽ ഞാൻ താങ്കൾക്ക് തെളിയിച്ചു തരാം. അവൻ വെറും ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞു, താങ്കൾ ചെയ്താലും. അപ്പോൾ അവൾ പറഞ്ഞു, അവൻ ലാസറിന്റെ കല്ലറയിലേക്ക് പോകുമ്പോൾ അവൻ കരഞ്ഞു എന്ന് ബൈബിൾ പറയുന്നു. അവൻ മർത്യനായിരുന്നു, അതല്ലെങ്കിൽ അവൻ കരയില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, മകളെ, അതാണോ നിങ്ങളുടെ വചനം? ഞാൻ ഇതിവിടെ പറയുന്നതിനാൽ ദൈവനിന്ദയാണ് എന്ന് അർത്ഥമാക്കുന്നില്ല. എന്നാൽ ഞാൻ അവളോട് എന്ത് പറഞ്ഞു നിങ്ങളോട് പറയാം. അവൾ പറഞ്ഞു, അതാണ് ആ കാര്യം. ഞാൻ പറഞ്ഞു, അത് തീറ്റ കിട്ടാതെ ചാവാറായ ഒരു കോഴിയുടെ നിഴലിൽ നിന്ന് സൂപ്പുണ്ടാക്കാനാകും എന്ന് പറയുന്ന പ്രസ്താവനയേക്കാൾ വില കുറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, കൊള്ളാം, താങ്കൾക്ക് അതൊന്നും പിടിച്ചുകൊണ്ട് നിൽക്കാനായി ഒരു കാര്യം പോലും കിട്ടിയിട്ടില്ല. അവൾ പറഞ്ഞു, എന്താ, അവൻ കരഞ്ഞല്ലോ, അതവൻ ഒരു മർത്യനായിരുന്നു എന്ന് കാണിക്കുന്നു. ഞാൻ പറഞ്ഞു, അവൻ മർത്യനും അമർത്യനും രണ്ടുമായിരുന്നു. അവൻ ജഡത്തിലെ ദൈവമായിരുന്നു. അവൾ പറഞ്ഞു, ഓ അസംബന്ധം. ഞാൻ പറഞ്ഞു, അവൻ കല്ലറയിലേക്ക് കരഞ്ഞുകൊണ്ടുപോയി. അത് സത്യമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. പിന്നെ അവനെ അല്പമായൊന്ന് നിവർത്തി. ബൈബിൾ ഇപ്രകാരം പറയുന്നു, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. എന്നാൽ അവന്റെ ആ തോളുകളെ അല്പമൊന്ന് പിന്നിലേക്ക് തിരിച്ചുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ 4 നാളുകൾക്ക് മുമ്പ് മരിച്ച് കല്ലറയിൽ അടക്കം ചെയ്ത് അഴുകിയ ഒരു മനുഷ്യൻ പുറത്തു വന്നു. അതൊരു മനുഷ്യനേക്കാൾ മുകളിലുള്ളതായിരുന്നു. അതൊരു മനുഷ്യന് ചെയ്യാനാകും എന്നെ കാണിക്കൂ. അതെന്തായിരുന്നു? ദ്രവ്യത്വം അതിന്റെ സൃഷ്ടാവിനെ അറിയുന്നു, ജീവൻ അതിന്റെ സൃഷ്ടാവിനെ അറിയുന്നു. എന്തോ ചിലത് സംഭവിക്കേണ്ടതുണ്ട്. അവൻ സംസാരിക്കുകയും മരിച്ച് 4 ദിവസം കഴിഞ്ഞ് കല്ലറയിൽ വെച്ചിരുന്ന ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു, തന്റെ സ്വന്തം കാലുകൾ നിൽക്കുകയും ജീവിക്കുകയും ചെയ്തു. ഹല്ലേലൂയ! അത് ദൈവം തന്റെ പുത്രനായിരുന്നതാണ്. അതേ ശ്രീമാൻ, അത് ദൈവം അവനെ അവന്റെ പുത്രനിലൂടെ പ്രകടമാക്കിയതാണ്, ഒരു മനുഷ്യനല്ല. അത് സംസാരിച്ചത് ദൈവമായിരുന്നു. ആ ദിവസം എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ മരത്തിലേക്ക് നോക്കുമ്പോൾ അവൻ ഒരു മനുഷ്യനായിരുന്നു. അതൊരു മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ 5 അപ്പവും 2 മീനുമെടുത്ത് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ
അത് മനുഷ്യനേക്കാളും മേലായവനായിരുന്നു. അത് ദൈവം അവരെ അവിടെ പോഷിപ്പിക്കുന്നതായിരുന്നു. അവൻ ഒരു പ്രവാചകനും മുകളിലായിരുന്നു, ഒരു മനുഷ്യനും മേലായവനായിരുന്നു. അവൻ ഒരു ദൈവ മനുഷ്യനായിരുന്നു. തീർച്ചയായും അവനന്ന് രാത്രിയിൽ ഒരു ചെറിയ വഞ്ചിയുടെ പിന്നിലായി കിടക്കുകയും 10,000-കണക്കിന് കടൽ പിശാചുക്കൾ ആ രാത്രിയിൽ തന്നെ അവനെ മുക്കിക്കളയുമെന്ന് ശപഥം ചെയ്തുവരുന്നു. അവിടെ ഒരു കുപ്പിയുടെ അടപ്പ് കിടക്കുന്നത് പോലെ ആ മഹാസമുദ്രം അലറുകയും ചാഞ്ചാടുകയും ചെയ്തിരുന്നു. അവനൊരു മനുഷ്യനായിരുന്നു. രോഗികൾക്കായി പ്രാർത്ഥിച്ചതിനാൽ ക്ഷീണിച്ചും ബലഹീനപ്പെട്ടും അവിടെ പിന്നിൽ വിശ്രമിച്ചിരുന്നു. കാറ്റ് പോലും അവനെ തടസ്സപ്പെടുത്തിയിരുന്നില്ല. അവൻ ഉറങ്ങുമ്പോൾ അവനൊരു മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ ഉണർന്നപ്പോൾ ആ വഞ്ചിയെ കരയ്ക്കടുപ്പിക്കുമ്പോൾ കയറിനാൽ കെട്ടുന്ന മുനമ്പിലേക്ക് തന്റെ കാൽ വെച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി പറഞ്ഞു, ശാന്തമാകൂ. കാറ്റുകളും തിരമാലകളും അവൻ അനുസരിച്ചു. അതൊരു മനുഷ്യന് മേലായതായിരുന്നു. അത് ദൈവം മനുഷ്യനായിരുന്നു കൊണ്ട് സ്വയം അവനെ പ്രകടമാക്കുന്നതായിരുന്നു. അതാണ് ശരി. അവൻ കുരിശിലായിരുന്നു കൊണ്ട് കരുണയ്ക്കായി യാചിക്കുമ്പോൾ അവനൊരു മനുഷ്യനായിരുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്നവൻ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അതൊരു മനുഷ്യനായിരുന്നു. അവൻ മരിച്ചപ്പോൾ അവൻ മനുഷ്യനായിരുന്നു. എന്നാൽ ഈസ്റ്റർ പ്രഭാതത്തിൽ അവൻ മരണത്തിന്റെ മുദ്രയെയും നരകത്തെയും പാതാളത്തെയും കല്ലറയെയും പൊട്ടിച്ച് വീണ്ടും എഴുന്നേറ്റപ്പോൾ അവനൊരു മനുഷ്യന് മേലായതായിരുന്നു. അത് ദൈവം പ്രത്യക്ഷപ്പെട്ടതായിരുന്നു. കവി അങ്ങനെ പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. ജീവിച്ചുകൊണ്ടവൻ എന്നെ സ്നേഹിച്ചു, മരിച്ചുകൊണ്ടവൻ എന്നെ രക്ഷിച്ചു. അടക്കത്താൽ അവൻ എന്റെ പാപങ്ങൾ ദൂരമാക്കി. ഉയർത്തെഴുന്നേറ്റ് അവൻ എന്നേക്കും എന്നെ നീതീകരിച്ചു. ഒരു നാൾ അവൻ വരുന്നു, ഓ മഹത്തായ നാൾ. അവൻ പറഞ്ഞു, ഞാൻ ജീവിക്കയാൽ നിങ്ങൾ ജീവിക്കും. നീ ഇത് വിശ്വസിക്കുന്നോ? അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഇത് നീ വിശ്വസിക്കുന്നോ? ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെ തന്നെ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നീ വിശ്വസിക്കുന്നോ? അവന്റെ സാന്നിധ്യത്താൽ അവൻ നമ്മെ നിറയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നീ വിശ്വസിക്കുന്നോ? പരിശുദ്ധാത്മാവ് തന്റെ സാന്നിധ്യത്തെ മറ്റുള്ളവരിലേക്ക് പകരാനും രോഗികളെ സൗഖ്യമാക്കാനും പരിശുദ്ധാത്മാവാൽ നിറയപ്പെട്ടിട്ടില്ലാത്ത എല്ലാവരെയും നിറയ്ക്കാനും അവൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നീ വിശ്വസിക്കുന്നോ? നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടെ വിശ്വസിക്കുന്നോ? നമുക്ക് നമ്മുടെ കാലുകളെ എഴുന്നേൽക്കുന്നു അവനെ സ്തുതിക്കാം. അവൻ ഇപ്പോൾ തന്നെ നമ്മുടെ മേൽ പതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടാവേ, നിത്യജീവൻ രചയിതാവേ, സകല നല്ല ദാനങ്ങളുടെ ദാതാവേ, ഞങ്ങൾ ഇത് നീ തന്നെ എന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, ഈ യോഗത്തിലുള്ളത് നീ തന്നെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രാണനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നീ തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ തന്നെയാണ് നിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പേരുകൾ കുഞ്ഞാട്ടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നും നീ എന്നേക്കും ജീവിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ നീ എന്നേക്കും ജീവിക്കയാൽ ഞങ്ങളും എന്നേക്കും ജീവിക്കും. കർത്താവേ, നീ ഞങ്ങളുടെ വാക്ക് പറഞ്ഞിരിക്കുന്നു. അത് ഞങ്ങളുടെ മുഴു ഹൃദയത്തോട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ എല്ലാറ്റിനാലും ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവേ, ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു. നിങ്ങൾ അവനെ വിശ്വസിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. എന്തോ ചിലത് നമ്മുടെ മേലെ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നീ വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ അവൻ ഓരോ വ്യക്തിയെയും സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നീ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൈകൾ അവനെ ഉയർത്തിക്കാട്ടൂ. നിങ്ങളുടെ കാലുകൾ ഊന്നി നിൽക്കൂ. ഇത് നീ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇവിടെ തന്നെയുണ്ട്. ഇതാണത്. പത്രോസ് പറഞ്ഞു, ഇതാണത്. ഇതാണ് ആ പരിശുദ്ധാത്മാവ്. ഓ കർത്താവേ, ആകാശത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടാവേ, ഈ ജനങ്ങളുടെ മേൽ അങ്ങയുടെ ശക്തിയും അങ്ങയുടെ അനുഗ്രഹങ്ങളും അങ്ങയുടെ നന്മകളും അയക്കുകയും അവരുടെ ഹൃദയങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് മനുഷ്യപുത്രൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്നവർ കാണാനിട വരട്ടെ. ഓ കർത്താവേ, ഇതനുവദിക്കണമേ. ഞങ്ങൾ അവരെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തി ദൈവത്തിനെ സ്തുതിക്കുവാൻ അവൻ നിങ്ങളുടെ മേൽ പതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ മേൽ ആരെങ്കിലും നിങ്ങളുടെ കൈകളെ വെച്ചാലും ഇതാണ് ആ മണിക്കൂർ. ഇനിയും അധികം എന്തിനും നിങ്ങൾ കാത്തിരിക്കണം. ഇതാണ് ആ സമയം. ഇത് പെന്തക്കോസ്തിന് സമയമാണ്. ദൈവത്തിലേക്ക് തിരിച്ചു വരിക, ദൈവവുമായി നേരെയാവുക. പെന്തക്കോസ്ത് ജീവനുള്ള ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങളുടെ ഹൃദയത്തെ സംഭ്രമിപ്പിക്കുക. നിങ്ങളുടെ പ്രാണനെ കുതിർക്കാനായി പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കുക. മഹത്തായതും അത്ഭുതകരവുമായ ശക്തിയാലും അവൻ എന്നേക്കും അന്യനാണ് തെളിയിച്ചും അന്തർക്ക് കാഴ്ച നൽകിയും രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടും അവൻ ഇവിടെ രാത്രികളിലുണ്ട് എന്ന് തെളിയിക്കും. ഹല്ലേലൂയ. അവനെ സ്തുതിക്കൂ. നിങ്ങളുടെ കൈകളെ ഉയർത്തൂ. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മറക്കൂ. അവന്റെ നന്മകളുടെയും അവന്റെ മഹത്വത്തിന്റെയും അവന്റെ ശക്തിയുടെയും എന്നേക്കും നിലനിൽക്കുന്ന അവന്റെ കൃപയ്ക്ക് ചുറ്റിനുമായാണ് നിങ്ങൾ നിൽക്കുന്നത് മാത്രം ഓർക്കുക. അവൻ എന്നേക്കും മാറ്റമില്ലാത്തവനാണ്.
കർത്താവിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഓ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. ഓ എത്ര ആശ്ചര്യവാൻ, അവൻ എത്ര ശക്തനായവൻ. ഇപ്പോൾ തന്നെ എത്ര പേർ നിങ്ങളുടെ ജീവിതം ദൈവത്തിനായി പുതുക്കി പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ കൈകളെ ഉയർത്തിയാലും എത്ര പേർ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിനായി പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു? അതാണത്. നിങ്ങളുടെ കൈകളെ ഉയർത്തുവിൻ. ഞങ്ങൾ പെന്തക്കോസ്തിനെ കാണട്ടെ, ഞങ്ങൾ ദൈവത്തിന്റെ ജനങ്ങളെ കാണട്ടെ. ഞാൻ എന്റെ കൈ ഉയർത്തുന്നു. കർത്താവേ, ഞാൻ ഇവിടെയാണ്, എന്നെ അയക്കണമേ. കർത്താവേ, നിന്റെ ശക്തിയെ ഞങ്ങളുടെ മേൽ അയക്കേണ്ടതിന് ഒരു ദൂതനെ അൾത്താരയിൽ നിന്നും ഒരു കനലുമായി അയക്കണമേ. ദൈവമേ, അങ്ങയുടെ ആത്മാവിന്റെ പൂർണ്ണതയാൽ അയക്കണമേ. ഓ പിതാവേ, വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളായി ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അവന്റെ നാമത്തിന് പുകഴ്ചയുണ്ടാകട്ടെ. ഓ മഹത്തിരമാലകൾ വീഴുന്നത് പോലെ, ഓ കൃപയുടെ മഞ്ഞുതുള്ളികൾ, ഓ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രാണൻ കാത്തിരിക്കട്ടെ. ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ? ആ കടന്നു വരുന്നത് അതുതന്നെയാണ് പരിശുദ്ധാത്മാവ്. പെന്തക്കോസ്തിന്റെ അനുഗ്രഹങ്ങളാൽ ദൈവരാജ്യത്തിൽ നമ്മെ നയിച്ചു കൊണ്ടുപോകുന്ന ആ കാണാൻ കഴിയാത്ത ശക്തി അതുതന്നെ. തിരികെ വീട്ടിലേക്ക് വരിക. നിങ്ങൾ വീട്ടിലേക്ക് തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വിലപ്പെട്ട ജനങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പ്രതീക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്ത്രീകളെ, നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിൻ. പുരുഷന്മാരെ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ഒരു വാസ്തവമായ ഹൃദയത്തോടെ നമുക്ക് വീണ്ടും തിരികെ വന്ന് ദൈവത്തെ സേവിക്കാൻ തുടങ്ങാം. ദൈവത്തിന് സ്തുതി. പരിശുദ്ധാത്മാവ് യോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അത് ചെയ്യുക. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ പ്രയാണം ചെയ്യാൻ അനുവദിക്കുക. എനിക്കൊന്നും പറയാനില്ല. ഇപ്പോൾ എന്താണ് പറയേണ്ടതെന്നും എനിക്കറിയില്ല. പരിശുദ്ധാത്മാവ് കെട്ടിടത്തിൽ എല്ലായിടത്തുമായിരിക്കുന്നു. കർത്താവിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തുതിയായിരിക്കട്ടെ, കർത്താവിന് സ്തുതിയായിരിക്കട്ടെ. എത്ര മനോഹരം, എത്ര ആനന്ദപ്രദം, എത്ര മനോഹരം, എത്ര അതിശയം. ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ സ്തുതി നിങ്ങളുടെ മുഖങ്ങളിലാണ്. തന്റെ മഹത്വത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒരു മനപ്പെട്ടു അവന്റെ നാമത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ ജനസഞ്ചയത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നേരെ തിരിഞ്ഞ് ആരെങ്കിലുമായി കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് പറയൂ, ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സഹോദര, ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സഹോദരി, നമുക്ക് നേരായി കടന്നു ചെല്ലാം. ദൈവം നമ്മെ ഉത്തേജനത്താൽ നയിക്കട്ടെ. കർത്താവിന് സ്തുതിയായിരിക്കട്ടെ. അത് ശരിയാണ്. മെത്തഡിസ്റ്റുകാരോ, പ്രിസ്ബിറ്റേറിയൻകാരോ, ബാപ്റ്റിസ്റ്റുകാരോ, പെന്തക്കോസ്തുകാരോ, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരോ, നിങ്ങൾ ആരായാലും ശരി, കർത്താവായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് അന്യോന്യം കൈപിടിച്ച് കുലുക്കിയാലും അതാണത്. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഞാൻ അവരുകളായിരിക്കുന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു. എനിക്കത്രയേറെ ആനന്ദമുണ്ട്. ഓ ചുമരുകളെ കീറി നിലത്തെറിയുവൻ, കൽമഷങ്ങളെ പുറത്തെറിയുവൻ. മഹത്വം. കർത്താവിൽ സ്വാതന്ത്ര്യമുണ്ട്. അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുവൻ. കർത്താവിന് നാമം വാഴ്ത്തപ്പെടട്ടെ. ഓ ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി. ഓ, ഞാനത് കാണുന്നു, ഇഷ്ടപ്പെടുന്നു. ജനങ്ങൾ അന്യോന്യം കൈപിടിച്ച് കുലുക്കുകയും അവരുടെ മുഖങ്ങളിൽ പ്രകാശം വിടുന്നതും കാണുന്നു. ദൈവത്തിന്റെ ശക്തി പറയുന്നു, അതാണത്, അതാണത്. നാം ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാകുന്നു. യേശുക്രിസ്തു എന്ന മഹാൻ വ്യക്തിയായി, ആ തിളങ്ങുന്നവൻ അവന്റെ മണവാട്ടിയായി നാം എല്ലാവരും ഒരു മഹത്തായ സഭയിൽ ഒന്നാകുന്നു. കർത്താവിന് വരവ് വളരെ ആസന്നമായിരിക്കുന്നു. അവന്റെ ജനങ്ങൾ ഒരുമിച്ച് കൂടി വന്നു. അവന്റെ സ്നേഹത്തോടും അവന്റെ ശക്തിയുടെ സാന്നിധ്യത്തോടും കൂടെ അന്യോന്യം സ്നേഹിക്കുന്നു. ഓ, ഇത് സ്വർഗം പോലെയാകുന്നു. ഓ, ഇത് നന്നായിരിക്കുന്നു. ആമേൻ. ഓ, എത്ര ആശ്ചര്യം,
എത്ര അത്ഭുതാവഹം! ശക്തിയിലും ആത്മാവിലും കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കൂ. ഇങ്ങനെ ഒരു സമയം അതാണ്. അത് നിർത്തേണ്ട, ആരംഭിക്കണ്ട, അത് വേണ്ട. ഞാൻ സഹോദരന്മാർ പറഞ്ഞിരുന്നു, സഹോദരന്മാരെ നിർത്താൻ കഴിയില്ല. അതായത് ഇവിടെ ഒരു സ്ഥലവുമില്ല, നമ്മളല്ല തുടങ്ങിയത്, അതുകൊണ്ട് നാം നിർത്താൻ പാടില്ല. വളരെ വളരെ ആശ്ചര്യമായിരിക്കുന്നു. കർത്താവിന് സാന്നിധ്യം മാത്രം എത്ര പേർക്ക് വളരെ നന്നായി അനുഭവപ്പെടുന്നു. ഓ എന്റെ, ഇത് അതിശയമായിരിക്കുന്നു. കർത്താവിന് സാന്നിധ്യം ഇവിടെയുണ്ട്. ഇപ്പോൾ രോഗികളെ സൗഖ്യമാക്കി, ജനങ്ങളെ സൗഖ്യമാക്കാനായി കർത്താവിന് സാന്നിധ്യം ഇവിടെയുണ്ട്. അവനെ വിശ്വസിക്കുക മാത്രം ചെയ്യൂ. നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് അവനെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ സകലതും സാധ്യമാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അത് കർത്താവിന്റെ സാന്നിധ്യമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം എനിക്ക് തരൂ. ഇപ്പോൾ ഒരു നിമിഷം, വെറും ഒരു നിമിഷം ശ്രദ്ധിക്കൂ. ഇവിടെ ഉള്ളത് പരിശുദ്ധാത്മാവാണെന്ന് ഞാൻ നിങ്ങൾ തെളിയിക്കട്ടെ. അത് ആ സംസാരിക്കുന്നവൻ, ആ കാര്യം ചെയ്യുന്നവൻ അതറിയുന്നു. പരിശുദ്ധാത്മാവാണെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരട്ടെ. ഇവിടെ ഇപ്പോൾ രോഗികളെ എത്ര പേർ വന്നിട്ടുണ്ട്? നിങ്ങൾ നിങ്ങളുടെ കൈകളെ കാണിക്കട്ടെ. രോഗികളെ വന്നിരിക്കുന്നവർ, അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നു. ശ്രീമാൻ, നിങ്ങൾ വിശ്വസിക്കുന്നു? പ്രാർത്ഥനാ കാർഡുകൾ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. എന്നാൽ ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് അവൻ എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് നിങ്ങളുടെ വശത്തായിട്ടാണ്. നിങ്ങൾ ഒരു ശസ്ത്രക്രിയയ്ക്ക് പോകാനിരിക്കുന്നു. അത് ശരിയാണ്. നിങ്ങളുടെ പേർ ശ്രീമാൻ കാട്രൈറ്റ് എന്നാകുന്നു. അത് ശരിയാണ്. അത് ശരിയല്ലേ? നിങ്ങളുടെ കൈവീശി കാണിക്കൂ. ശരി, വീട്ടിലേക്ക് പോയി സൗഖ്യമായി കൊടുക്കാം. നിങ്ങൾക്കതിന്റെ ആവശ്യമില്ല. നിങ്ങളത് വിശ്വസിക്കുന്നോ? കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ മനുഷ്യൻ, എന്നെ ദൈവത്തിന്റെ ദാസനായി താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അത് പരിശുദ്ധാത്മാവ് തന്നെയായിരിക്കണമെന്ന് താങ്കൾ വിശ്വസിക്കുന്നോ? എനിക്ക് താങ്കളെ പരിചയമില്ല. അത് ശരിയല്ലേ? എന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഞങ്ങൾ അപരിചിതരാണ്. ആ കുഞ്ഞിന്റെ കുഴപ്പം എന്താണെന്ന് പരിശുദ്ധാത്മാവിന് എന്നോട് പറയാൻ കഴിയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ചൊറിഞ്ഞു പൊട്ടൽ പിടിപെട്ടിരിക്കുന്നു. അത് ശരിയാണ്. അത് ശരിയല്ലേ? തീർച്ചയായും താങ്കൾ ഇവിടെ നിന്നല്ല. അല്ല, താങ്കൾക്കും വയറ്റിലൊരു കുഴപ്പമുണ്ട്. താങ്കൾ സ്വയം അതിനാൽ കഷ്ടപ്പെടുന്നു. അത് ശരിയാണ്. അത് താങ്കൾക്കല്ലേ? താങ്കൾ കെൻസാസ് പട്ടണത്തിൽ നിന്നാണ്. ശരി, തിരികെ പൊയ്ക്കൊള്ളുക. യേശുക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ! നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങളുടെ മുഴു ഹൃദയത്തോട് വിശ്വസിക്കുന്നു? കർത്താവിന്റെ ദൂതൻ ഇവിടെ, നേരെ ഇവിടെ തന്നെ ഇരിക്കുന്ന അനുകമ്പ തോന്നിക്കുന്ന പ്രായമേറിയ ആന്ധ്രവീക്കമുള്ള ചെറിയ സ്ത്രീയുടെ മേലായി ചുറ്റിത്തിരിയുന്നു. സഹോദരി, ആ ആന്ധ്രവീക്കത്തിൽ നിന്നും ദൈവം നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? തൊപ്പിയിൽ ഒരു ചെറിയ ചുവന്ന പൂ വെച്ചിട്ടുള്ള നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈ ഉയർത്തു. ശരി, വീട്ടിലേക്ക് പോയി സൗഖ്യമായി കൊള്ളുക. ആമേൻ. ഓ ദൈവമാണ്, ഇത് ദൈവപുത്രനായ ക്രിസ്തുവാണ്. അവൻ മരിച്ചവൻ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഇവിടെ ആയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആരെങ്കിലും ഒരാൾ കടന്നു വരാനായി ഞാൻ ചോദിക്കുന്നതിനിടയിൽ നിങ്ങളിൽ ഓരോരുത്തരും ഒരു നല്ല പ്രാർത്ഥനയ്ക്കായുള്ള അവസരത്തിനായി നിങ്ങളുടെ കൈകളെ മറ്റേയാളുടെ മേൽ വെക്കുക. ഇവിടെ കടന്നു വരൂ സഹോദര. ദൈവം സൗഖ്യമാക്കുകയും കൂടെ ചെയ്യുന്നു എന്ന് കാണിക്കാനായി നിങ്ങൾ ഒരാൾ മറ്റേയാളുടെ മേൽ കൈവയ്ക്കുന്നേരം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ഇവിടെ സഹോദരനെ കിട്ടിയിരിക്കുന്നു. തുടർന്നുകൊള്ളൂ. ശരി, കർത്താവിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.